ഹായ് എവ്രി വൺ, വെൽക്കം ടു മാത്സിഡോ. ഇറ്റ്സ് മീ വിദ്യ. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് SSLC ബയോളജി ചാപ്റ്റർ 5 ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ അഥവാ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ ചാപ്റ്ററിൽ ഉണ്ടാവുന്ന കുറച്ച് മേജർ കോണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് നമുക്ക് പതുക്കെ ആ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാല് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താ, അതായത് ഇമ്മ്യൂണിറ്റിനെ കുറിച്ച്, പ്രതിരോധത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അഥവാ നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഇത് രണ്ടുമാണ് വൺ ഓഫ് ദ മേജർ ടോപ്പിക്സ്. പിന്നെ അഥവാ സഹജ പ്രതിരോധം, ആർജിത പ്രതിരോധം. പിന്നെ നമ്മൾ വാക്സിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കബിൾ, പകരുന്ന അസുഖം, പകരാത്ത അസുഖം, കണ്ടേജിയസ് അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കണ്ടേജിയസ് അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പിന്നെ ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഹെറിഡിറ്ററി ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ് എന്തൊക്കെയാന്ന് പറയുന്നുണ്ട്, അതായത് എങ്ങനെയാണ് ഈ അസുഖം ഇതാക്കുക. പിന്നെ ആനിമൽ ഡിസീസ് ആൻഡ് പ്ലാന്റ് ഡിസീസ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നമുക്ക് മൊത്തം പറയാനുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. തുടങ്ങുന്നതിന്റെ മുന്നേ പറയാനുള്ളത്, ബയോളജിക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കുന്ന അത്ര ബുദ്ധിമുട്ടേ അല്ല ഇത്. നമ്മൾ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോ ടേമിലും തന്നെ അതിന്റെ ആൻസർ ഉണ്ടായിരിക്കും. ഞാൻ കുറച്ച് വരുമ്പോൾ അത് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. നമ്മളൊരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്ന രീതിക്കാണ്. പിന്നെ ഈ ചാപ്റ്റർ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇമ്മ്യൂണിറ്റിയിലെ നമ്മൾ ഡെയിലി ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഇറ്റ്സ് എ വെരി ഈസി ചാപ്റ്റർ. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു ഇൻട്രോ ആയിട്ട് ഹെൽത്ത്, ആരോഗ്യം എന്നാൽ എന്താ ആരോഗ്യം അല്ലെ? നമ്മുടെ കണക്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളൊരാളെ നേരെ നോക്കി കാണുമ്പോൾ അയാൾക്ക് കയ്യും കാലും മുഖവും ഒക്കെ നേരെയാണോ, നമ്മളൊരു എന്താ പറയുക ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരാളാണോ, അത് നല്ല ആരോഗ്യമാണ്, നല്ല തണ്ടും തടിയുള്ള ആരോഗ്യമുള്ള ആളെന്ന് പറയുന്നത് അല്ലെ. പക്ഷേ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താണ്? ഹെൽത്ത് ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഫിസിക്കൽ മാത്രമല്ല, മെന്റലി സോഷ്യലി ഉള്ള വെൽബീയിങ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഒരു അസുഖം ഇല്ലാത്ത അവസ്ഥയല്ല. ഓക്കെ, അസുഖം ഇല്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. അങ്ങനെയാണെങ്കിൽ അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് രോഗം? ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ എനി ചേഞ്ച് ഇൻ ദ ഹോമിയോസ്റ്റേസിസ് ഓഫ് ദ ബോഡി ഡ്യൂ ടു പാത്തജൻസ്, മാൽന്യൂട്രീഷൻ ആൻഡ് അതർ ഫാക്ടേഴ്സ് കോൾഡ് ഡിസീസ്. എന്തെങ്കിലുമൊക്കെ ഒരു രോഗാണുക്കൾ കാരണമോ അല്ലെങ്കിൽ മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാത്ത അവസ്ഥ. ഈ സമയത്ത് നമ്മൾ ശരീരത്തിന്റെ ഹോമിയോസ്റ്റേസിസ്, നമ്മൾ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഡിസീസ് അഥവാ ആരോഗ്യം അഥവാ രോഗം എന്ന് പറയുന്നത്. എനിത്തിങ് ഇൻക്ലൂഡിംഗ് പാത്തോജൻസ് വിച്ച് എൻറ്റർ ദ ബോഡി ഇൻ ദിസ് വേ ആൻഡ് കോസ് ഡിസീസ് ആർ കോൾഡ് ആന്റിജൻസ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ആൾക്കാർ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറി നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മൾ ആന്റിജൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മള് ഹെൽത്ത് എന്താന്ന് പറഞ്ഞു, ഡിസീസ് എന്താന്ന് പറഞ്ഞു, ആന്റിജൻ എന്താ പറഞ്ഞു. ആന്റിജൻ എക്സാമ്പിൾ ആണ് പാത്തോജൻസ്, രോഗകാരികൾ, പോളൻ ഗ്രെയിൻസ്, നമ്മൾ ഈ മറ്റേ പൂമ്പൊടി, ഡസ്റ്റ്, പിന്നെ സർട്ടൺ ഫുഡ് ഐറ്റംസ് അല്ലെ. ചിലർക്ക് ഷെല്ലുള്ള മീൻ ഉണ്ടാവില്ല, അഥവാ കടലിലുള്ള സാധനങ്ങൾ, ഈ കക്ക, കൊഞ്ച്, ചെമ്മീന്, ഇതൊക്കെ കഴിച്ചാല് മേത്താകെ തടിച്ചു പൊന്തുക അല്ലെ, അങ്ങനെ ഛർദി, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആൾക്കാർ, ഫുഡ് പോയിസൺ ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്താണ്? ഡിസീസ് ആണ്. ഇവരൊക്കെ നമ്മൾ ആന്റിജൻ എന്നാണ് വിളിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറി നമുക്ക് അസുഖം ഉണ്ടാക്കുന്ന എല്ലാവരും ആരാണ്? ആന്റിജൻ എന്നാണ്. ഓക്കെ, ഇതാണ് ചാപ്റ്ററിന്റെ ഒരു എന്താ പറയാ, നമ്മൾ പാടത്തേക്ക് തുടക്കുമ്പോൾ ഒരു വാതിൽ തുറന്ന് നമ്മൾ കേറി. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധം. ഓക്കെ, ഇവിടെ തൊട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാല് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇമ്മ്യൂണിറ്റി 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാ? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി. പേരെന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നേറ്റ്, ഇൻബോൺ, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് അല്ലെ, ഇന്നേറ്റ്, നമ്മൾ അതിന്റെ കൂടെ ജനിച്ചു വന്ന ആളാണ്. സഹജ പ്രതിരോധം എന്ന് പറയും. അക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നേടിയെടുക്കുക അല്ലെ. നമ്മുടെ ബാക്കി നമുക്ക് കിട്ടുന്ന അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ജനിച്ചതിന് ശേഷം ഉണ്ടാവുന്നതാണ്. അത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. എക്സിസ്റ്റ് ഇൻ ദ ബോഡി ബൈ ബർത്ത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ കൂടെ ഉള്ളതാണ്. മറ്റേന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബർത്ത് ആണ്. എന്താ സംഭവം? എന്താ നോക്കാം. താഴെ തന്നെ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് 2 ആക്കി തിരിക്കാം. പ്രൈമറി ലെവലും ഉണ്ട്, സെക്കൻഡറി ലെവലും ഉണ്ട് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അതിൽ പ്രൈമറി ലെവൽ എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്ന ആൾക്കാരാണ്. വാക്സിൻ ദ ഇയർ,
ചെവിയിൽ എന്തിനാ വാക്സ്, മെഴുക് എന്തിനാ? തോണ്ടിക്കളയാനാ? ഒരു രസത്തിനാ? അല്ല. എന്താണ്? അതിന് അതിൻ്റെതായ പേർപ്പസ് ഉണ്ട്. അതായത് ഒരു പൊടി പടലങ്ങളോ അല്ലെങ്കിൽ വേണ്ടാത്ത സാധനങ്ങൾ നമുക്ക് ചെവിന്റെ ഉള്ളിൽ കൂടെ കയറി നമുക്ക് അസുഖം ഉണ്ടാവാതിരിക്കാനുള്ള സാധനമാണ് വാക്സ്. പിന്നെന്താ? മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിന്, നമ്മളെ മൂക്കിലുള്ളത്. പിന്നെ ആമാശയത്തിലുള്ള ആസിഡ് HCl ഇൻ ദ സ്റ്റൊമക്ക്. മ്യൂക്കസ് ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മൾ ഇന്റസ്റ്റൈനൽ ട്രാക്റ്റിലുണ്ട് മ്യൂക്കസും മ്യൂക്കസ് മെംബ്രെയിനും. ബാക്ടീരിയ ഡൈജസ്റ്റീവ് ട്രാക്ട്, യൂറിനറി ട്രാക്റ്റിൽ നമുക്ക് ഉണ്ടാവുന്ന നല്ല ഗുഡ് ബാക്ടീരിയ ഉണ്ട്, നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട് എന്നറിയാലോ. പിന്നെന്താണ്? സ്വെറ്റ് ആൻഡ് സെബം ഓൺ ദ സ്കിന്ന്, നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന വിയർപ്പും പിന്നെ സെബം. പിന്നെന്താ? സീലിയ ഇൻ ദ ട്രക്കിയ, നമ്മൾ ട്രക്കിയല്ലേ ശ്വാസനാളത്തിൽ ഉണ്ടാവുന്ന സീലിയ, പൊടിയൊക്കെ പാടെ കയറിയിട്ട് ചുമച്ച് കൺട്രോൾ പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരാളാണ് സീലിയ. പിന്നെ ലൈസോസോം ഇൻ ദ സലൈവ ആൻഡ് ടിയർ, നമ്മളെ കണ്ണുനീരിലും പിന്നെ ഇതിലും വായിലും ഉണ്ടാവുന്ന ലൈസോസോം എന്തിനാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ കണ്ണ് വഴി എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്തജൻ കയറുമ്പോൾ അതിനെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ആളാണ് ലൈസോസോം എന്ന് പറയുന്നത്. ഇവരൊക്കെ പ്രൈമറി ലെവലാണ്. ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്നതല്ലേ, അല്ലേ? നമ്മൾ ജനിച്ചൊരു 10 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന സാധനമാണോ ഈ മറ്റേ മേത്തുള്ള ചെറിയ രോമവും വിയർപ്പൊക്കെ? അല്ല. ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവുന്ന ആളാണ്, മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. ഇവരെയാണ് നമ്മൾ ഇന്നേറ്റ് എന്ന് പറഞ്ഞത്. ഇൻബോൺ, ഇന്നേറ്റ്. ഓക്കെ, മറന്നില്ലല്ലോ, ഓർക്കുമല്ലോ. ഇത് തന്നെ പ്രൈമറി ലെവലാണ് ഇവര്. അതായത് നമ്മളെ വീട്ടിലിപ്പോ നമ്മുടെ വീട്ടിലൊരു ഡോർ ഉണ്ട് അല്ലെ. ഈ ഡോർ എന്തിനാണ്? കള്ളന്മാർ ഉള്ളിൽ കയറാതിരിക്കാൻ നമ്മൾ സംരക്ഷിക്കുന്ന ആളാണ് അല്ലെ. ഈ ഡോറും പൊളിച്ച് ചില കള്ളന്മാര് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കയ്യിൽ വല്ല സാധനം ഉണ്ടെങ്കിൽ ഒരിടത്ത് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യും ഇല്ലേ. ഫസ്റ്റ് ഡോർ ഉണ്ട്, വീടിന് ഗേറ്റ് ഉണ്ട്, മതിലുണ്ട്, ഇതൊക്കെ പൊളിച്ച് വീടിന്റെ ഉള്ളിൽ വരുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചിട്ടടിക്കും. ആ തിരിച്ചിട്ടടിക്കുന്ന ആളാണ് അടുത്തത് സെക്കൻഡറി ലെവൽ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ്. ഓക്കെ, നമുക്കറിയാം റെഡ് ബ്ലഡ് സെൽസും ഉണ്ട്, ചുവന്ന രക്താണുക്കളും ഉണ്ട്, വെളുത്ത രക്താണുക്കളുണ്ട്. അതിൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഇതിനു വേണ്ടി സഹായിക്കുന്നത്. പിന്നെ ഉള്ളത് ആ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ആര്? ഇത് ഇത്ര ഓർത്താൽ മതി. സ്പൈഡർമാൻ സിനിമ കണ്ടിട്ടില്ല എല്ലാരും? സ്പൈഡർമാൻ സിനിമയിൽ സ്പൈഡർമാന്റെ അങ്കിളിന്റെ പേരെന്താ? ബെൻ, BEN. അത് വെച്ചിട്ട് ഓർക്കുക. എന്താണ്? ബേസോഫിൽ, B ഫോർ ബേസോഫിൽ. കണ്ടോ? ബേസോഫിൽ. പിന്നെ എന്താ? ഈസിനോഫിൽ. ബെന്നിന്റെ ഈസിനോഫിൽ. പിന്നെ ബെന്നിന്റെ N ന്യൂട്രോഫിൽ. പിന്നെ ഒരു എമ്മും കൂടെ ഉണ്ട് നോക്കപ്പുറത്ത്, മോണോസൈറ്റ്. അങ്ങനെ 4 ആൾക്കാരാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള വൈറ്റ് ബ്ലഡ് സെൽസ്. ബെൻ, സ്പൈഡർമാന്റെ അങ്കിൾ ബെൻ. അപ്പൊ എന്താണ്? ഫസ്റ്റ് നമ്മൾ ബെന്നിന്റെ ഓർഡറിൽ പറയാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ബേസോഫിലാണ്. ബേസോഫിലിന്റെ പണി എന്താ? പ്രൊഡ്യൂസേഴ്സ് ഹെപ്പാരിൻ. ഈ ഹെപ്പാരിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കേൾക്കൂട്ടോ. അപ്പൊ ഇവന്റെ പണി ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ബേസോഫിലിന്റെ പണി എന്താണ്? ഹെപ്പാരിൻ പ്രൊഡ്യൂസ് ചെയ്യലാണ്. വിച്ച് പ്രിവെന്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്. എന്താണ്? ചോര കട്ടാവൂലേ, അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ആളാണ് ഹെപ്പാരിൻ. പിന്നെന്താണ്? വിച്ച് കോസസ് ഇൻഫ്ലമേഷൻ ഇൻ ദ കേസസ് ഓഫ് അലർജി സമയത്ത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതും. പിന്നുള്ളത് ബേസോഫിൽ കഴിഞ്ഞാൽ പിന്നെ ഈസിനോഫിൽ. ബെന്നിന്റെ ഈസിനോഫിലിന്റെ പണി എന്താ? ന്യൂട്രലൈസസ് കെമിക്കൽസ് റിലീസസ് വെൻ ദർ ഈസ് ആൻ അലർജി, ഡിസ്ട്രോയ്സ് പാരസൈറ്റ്സ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു അലർജി ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്തില്ലാണ്ടാക്കുകയും പാരസൈറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ പാരസൈറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ആര്? ന്യൂട്രോഫിൽ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈസിനോഫിൽ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രോഫിലും മോണോസൈറ്റ് ആണ്. ഇവർ രണ്ടുപേരും സൂക്ഷിച്ച് നോക്കി വെച്ചോ. ന്യൂട്രോഫിലും മോണോസൈറ്റ്, ഇവർക്ക് രണ്ടുപേർക്ക് കോമൺ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. വിഴുങ്ങുന്ന ആൾക്കാരാണ് അവര്. ചിത്രം നോക്കൂ, വിഴുങ്ങും. അതായത് വിഴുങ്ങി തിന്ന് ആൾക്കാരെ കൊല്ലുന്ന ആൾക്കാരാണ് ഇവർ. ഇവരുടെ പണി എന്താണ്? വീട്ടിന്റെ ഉള്ളിൽ കയറുന്ന കള്ളന്മാരെ കൊല്ലാം. ഓക്കെ, പലർക്കും പല രീതിക്കാണ് പലരും കൊല്ലുക അല്ലെ. അതില് ന്യൂട്രോഫിലും മോണോസൈറ്റും ചെയ്യുന്ന കാര്യമാണിത്. എന്താണ്? ഇറ്റ് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്സ് ബാക്ടീരിയ, പ്രൊഡ്യൂസേഴ്സ് കെമിക്കൽസ് അഗെയിൻസ്റ്റ് പാത്തജൻസ്. ബാക്ടീരിയനെ വിഴുങ്ങി കൊല്ലുന്നു. പിന്നെ ഇവർക്കെതിരായിട്ട് ഈ പാത്തജൻസിനെ കൊല്ലാനായിട്ട് കെമിക്കൽസ് അടിക്കുന്ന ആളുമാണ് ആര്? ന്യൂട്രോഫിൽ. മോണോസൈറ്റ് ആണെങ്കിൽ ലാസ്റ്റത്തെ ആളാണ് മോണോസൈറ്റ്. മോണോസൈറ്റിന്റെ പണി എന്നിട്ട് എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്സ് ഫോറിൻ സബ്സ്റ്റൻസ്. മറ്റേത് ബാക്ടീരിയ ആയിരുന്നു, ഇത് ഫോറിൻ സബ്സ്റ്റൻസിനെ വിഴുങ്ങി ഇല്ലാണ്ടാക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആൻഡ് ഡെഡ് സെൽസ് സ്റ്റിമുലേറ്റ് അതർ ഇമ്മ്യൂൺ സെൽസ്. മറ്റ് ഇമ്മ്യൂൺ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ഈ മോണോസൈറ്റ് ആണ്. അപ്പൊ പ്രൈമറി, സെക്കൻഡറി. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അക്വയർഡിന്റെ അടുത്തേക്ക് പോകുമ്പോൾ, അക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ജനിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനമാണ്. ഓക്കെ, അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക് ഒരു എക്സാമ്പിൾ എന്താണെന്നറിയോ? വാക്സിൻ.
വാക്സിൻ നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെ ഇമ്മ്യൂണിറ്റി പ്രതിരോധത്തിന് വേണ്ടി കുത്തിവെക്കുന്ന വാക്സിൻസ് ഏതൊക്കെയാ? പോളിയോ കുത്തിവെക്കില്ല, പോളിയോ നമ്മൾ ഡ്രോപ്പ് ആയിട്ട് തരും ഇല്ല. അങ്ങനെ നമ്മൾ ജനിക്കുമ്പോൾ കുറെ DPT എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ വാക്സിൻസ് ഒക്കെ അടിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിക്ക്. കണ്ടോ, ആഫ്റ്റർ ബർത്ത് ആണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി ആണ്. കൊറോണ വരാതിരിക്കാൻ നിപ്പയ്ക്കുള്ള വാക്സിൻ അടിച്ചു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. കൊറോണ വരാതിരിക്കാൻ കൊറോണയ്ക്കുള്ള വാക്സിൻ തന്നെ അല്ലെ അടിക്കണമായിരുന്നു. അതാണ് ഇവന്റെ പ്രത്യേകത. മറ്റേ ആളെന്താണ്? ഇന്നേറ്റ് എന്താണ്? നോൺ സ്പെസിഫിക് ആണ്. നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഈ ചെവിയിലുള്ളതൊക്കെ ഏത് പൊടി വന്നാലും കേറ്റാതിരിക്കും അല്ലെ. അതൊക്കെ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. മറ്റേത് അങ്ങനെയല്ല. അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറഞ്ഞാൽ എല്ലാരെയും കമ്പനി ആക്കും, എല്ലാരെയും ഫ്രണ്ട്സ് ആക്കും. മറ്റേതാണെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, നമ്മൾ നോക്കി കണ്ടൊക്കെ പണിയെടുക്കുള്ളൂ. അതാണ് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇമ്മ്യൂണിറ്റി വേണ്ടത് അയാൾക്കുള്ള അല്ലെ, അത് ഓരോരുത്തരും സ്പെസിഫിക് ആയിട്ടുള്ള ആളുണ്ടാവും അവിടെ. അതിന് എക്സാമ്പിൾ ഇത് ചെയ്യുന്ന ആളാണ്. ഇതിന് ഇങ്ങനെ മറ്റേത് ആരായിരുന്നു? വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ മ്യൂക്കസ്, ലൈസോസോം ഒക്കെ ആയിരുന്നു. ഇവിടെ T ലിംഫോസൈറ്റ്സും B ലിംഫോസൈറ്റ്സും ആണ്. ഓക്കെ, അക്വയർഡ് ഇമ്മ്യൂണിറ്റിനെ അതിന്റെ മെയിൻ 2 പില്ലേഴ്സ് ആണ് ആര്? B ലിംഫോസൈറ്റ്. നോക്ക് ചിത്രം നോക്ക്, എന്തൊരു ഭംഗിയാ. B ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും. എന്താ നീല ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്ന B ലിംഫോസൈറ്റും പിന്നെ ചുവന്ന കളറിലുള്ള T ലിംഫോസൈറ്റും. B ലിംഫോസൈറ്റിന്റെ പണി എന്താ? B ഫോർ ബോൺ മാരോ, T ഫോർ തൈമസ്. അതാ ബി ലിംഫോസൈറ്റ് എന്താ? ഫോം ആൻഡ് മെച്യൂർ ഇൻ ബോൺ മാരോ. ബി ലിംഫോസൈറ്റ് ബോൺ മാരോയിലാണ് ഫോം ചെയ്യുന്നതും അവിടെ തന്നെയാണ് മെച്യൂർ ആവുന്നതും. ഓക്കെ, അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ വളരുന്ന ആളാണ്, നാട് വിട്ടൊന്നും പോവില്ല. അതാണ് ബി ലിംഫോസൈറ്റ്. പേര് തന്നെ ഉണ്ട്, ബോൺ മാരോയിൽ ഉണ്ടായി ബോൺ മാരോയിൽ തന്നെ മെച്യൂർ ആവുന്നു. അപ്പൊ ഫോർമേഷൻ ബോൺ മാരോ, മെച്ചുറേഷൻ ബോൺ മാരോ. പണി എന്താണ്? പ്രൊഡ്യൂസ് പ്രോട്ടീൻസ് കോൾഡ് ആന്റിബോഡീസ് വിച്ച് ആക്ട് അഗെയിൻസ്റ്റ് ആന്റിജൻസ്. ആന്റിജൻ ആരാ നമ്മൾ പറഞ്ഞു അല്ലെ, ഫസ്റ്റ് പറഞ്ഞില്ലേ, പോളൻ ഗ്രെയിൻ ഓരോ ആന്റിജൻ ആണ് പറഞ്ഞു. ഈ ആന്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇവരെ അടുപ്പിച്ച് കൊല്ലാനുള്ള ആന്റിബോഡിനെ ഉണ്ടാക്കുന്ന ആളാണ് ആര്? ബി ലിംഫോസൈറ്റ്. ഓക്കെ, T ലിംഫോസൈറ്റ് ആണെങ്കിലോ T ഫോർ തൈമസ്. അങ്ങനെ പഠിച്ചു വെക്കാം. T ലിംഫോസൈറ്റ് ബോൺ മാരോയിലാണ് ഉണ്ടാവുന്നത്, പക്ഷെ മെച്യൂർ ആവുന്നത് നാട് വിട്ടു പോവാണ് മൂപ്പര്. തൈമസിലാണ് മെച്യൂർ ആവുന്നത്. ഓക്കെ, ബി ലിംഫോസൈറ്റും T ലിംഫോസൈറ്റും ബോൺ മാരോയിലാണ് ഉണ്ടാവുന്നത്, പക്ഷെ മെച്യൂർ ആവുന്നത് എവിടെയാണ്? T ലിംഫോസൈറ്റ് മെച്യൂർ ആവുന്നത് എവിടെയാണ്? തൈമസിലാണ്. പണി എന്താണ്? ഐഡന്റിഫൈ ആൻഡ് ഡിസ്ട്രോയ് ദി ഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് ക്യാൻസർ സെൽസ്. ഇൻഫെക്ട് ആയി കിടക്കുന്ന സെൽസ് ഉണ്ടാവല്ലോ, അവരെ ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു. ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിനെ ഐഡന്റിഫൈ ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു. ഇത്രയാണ് ഇമ്മ്യൂണിറ്റിയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പ്രൈമറി ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി പറഞ്ഞു, അതാണ് ലൈസോസോം, മ്യൂക്കസ്, HCl ഒക്കെ. സെക്കൻഡറി ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ചെയ്യണത് ആരാന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ്. ഇവർക്ക് കുറച്ച് മെയിൻ ആക്ടിവിറ്റീസ് ഉണ്ട്, ഇവർ ചെയ്യുന്ന കുറച്ച് മെയിൻ പരിപാടികളുണ്ട്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റില്. ഈ പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. മലയാളം, ഇംഗ്ലീഷ് ഇതൊക്കെ തന്നെയാണ് ഏകദേശം. ഫാഗോസൈറ്റോസിസ് തന്നെ പറയുന്നത്. പിന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്, ഫീവർ അഥവാ പനി, വൂണ്ട് ഹീലിംഗ്, മുറിവുണക്കല്, ബ്ലഡ് ക്ലോട്ടിംഗ്, കട്ടപിടിക്കല്. ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതിലുള്ളതാണ് ഫസ്റ്റ് വണ്ണാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയും. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ബൈ വിച്ച് വൈറ്റ് ബ്ലഡ് സെൽസ് എൻഗൾഫ് എന്ന് പറഞ്ഞാൽ എന്താ? വിഴുങ്ങി വിടുക. എൻഗൾഫ് ആൻഡ് ഡിസ്ട്രോയ്സ് പാത്തജൻസിനെ വിഴുങ്ങിയിട്ട് ഇല്ലാണ്ടാക്കുന്ന ആളാണ് എന്ത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഫാഗോസൈറ്റോസിസ് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, വിഴുങ്ങണ പരിപാടിയാണ് ഫാഗോസൈറ്റോസിസ്. എൻഗൾഫ് ചെയ്യുക. വിഴുങ്ങുന്ന ആൾക്കാരെ ഞാൻ പേര് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആരിരുന്നത്? ലാസ്റ്റത്തെ യൂട്രോഫിലും മോണോസൈറ്റും. അപ്പൊ ബ്ലഡ് സെൽസ് ദാറ്റ് ടേക്ക് പാർട്ട് ഇൻ ഫാഗോസൈറ്റോസിസ് ആർ കോൾഡ് ഫാഗോസൈറ്റ്സ്. ഫാഗോസൈറ്റോസിസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഫാഗോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഇതാണ് ആ പ്രോസസ്. ഞാൻ ഈ പ്രോസസ് ഒന്ന് പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഈ ആളാണ്. ഇതെന്താണ്? ഇതൊക്കെ എന്താണ്? സെല്ലാണ്. ഓക്കെ, സെല്ലിന്റെ ഉള്ളിലേക്ക് ഒരു പാത്തജൻ വരണത് കണ്ടോ. ഒരു പാത്തജൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ആരും ആയിക്കോട്ടെ, അസുഖം ഉണ്ടാക്കാൻ കഴിയുന്ന ആരും എന്താണ്? പാത്തജൻ ആണ്. പാത്തജൻ വരുമ്പോ അവിടെ കണ്ടോ കുറച്ച് റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് അവിടെ വന്നതിനോട് ഒട്ടിപ്പിടിക്കും. ഏതോ ഒരുത്തം വരുന്നുണ്ട്, അവനെ നമുക്ക് എന്ത് വില കൊടുത്തിട്ട് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് റിസപ്റ്റേഴ്സ് വരും. റിസപ്റ്റേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ലോക്ക് ആൻഡ് കീ പോലെയാണ്. നമ്മളെ വീടിന്റെ ചാവി തുറക്കണമെങ്കിൽ ആ ചാവി തന്നെ വേണം, അപ്പുറത്തെ വീടിന്റെ ചാവി വേണം എന്നിട്ട് കാര്യമില്ല. അതേപോലെ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണ്. ഓരോ പാത്തജനനുസരിച്ച് സ്പെസിഫിക് റിസപ്റ്റർ നമ്മളെ ബോഡിക്ക് വരും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സെല്ലിലെ സെൽ മെംബ്രെയിന് ഈ ജന്തുവിനെ, ഈ വന്നിരിക്കുന്ന ജന്തുവിനെ ഇങ്ങനെ കവർ ചെയ്യും. കണ്ടോ, ഈ ചിത്രത്തിലുണ്ട്, ഇങ്ങനെ കവർ ചെയ്യും. ഈ കവർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫാഗോസോം എന്നാ വിളിക്കുക. അതായത് അയാളെ അതിന്റെ ഉള്ളിൽ പിടിച്ചു നിർത്തി. കണ്ടോ, അതിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടു, ജയിലിലിട്ടു. എന്നിട്ട് ഇതിനെന്ത് ചെയ്യണം? നമുക്ക്
ഇവരെ കൊന്നുകളയാണല്ലോ വേണ്ടല്ലോ, അത് അവിടെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു, ലൈസോസോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരും. ഓക്കെ, ഈ ലൈസോസോം വന്നിട്ട് ഈ ഫാഗോസോമായിട്ട് മിക്സ് ആവുമ്പോ കണ്ടോ, ലൈസോസോമും പ്ലസ് ഫാഗോസോം കൂടി ചേർന്നതാണ് എന്ത്, ഫാഗോളിയോസോം എന്ന് പറയുന്നത്. ഓക്കെ, ഫാഗോളിസോസോം. ഇതെന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പോകുന്നു. അപ്പൊ ഈ ലൈസോസോം കൂടുമ്പോൾ ഈ സെല്ലിന്റെ ഉള്ളില് ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട്, അഥവാ ഇതിനെ കണ്ടോ, ഇതാണ് ഇതിനെ പൊട്ടിച്ച് കളയും. അവിടെ അതിന്റെ ഉള്ളിൽ അസിഡിക് ആയിട്ട് മാറും. പി എച്ച് എന്താവും, അവിടുത്തെ പി എച്ച് അസിഡിക് ആയിട്ട് മാറും. പി എച്ച് അസിഡിക് ആയിട്ട് മാറുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാം കൂടി ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. ഇതിന് നമ്മൾ എക്സോസൈറ്റോസിസ് എന്ന് വിളിക്കും. ഈ സാധനത്തിനെ എക്സോസൈറ്റോസിസ്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ആവശ്യമില്ലാത്ത ആൾക്കാരെ പുറത്തേക്ക് വിടാം. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിക്ക് നമ്മൾ എൻഡോതെർമിക് എക്സോതെർമിക് റിയാക്ഷൻ പഠിക്കണില്ലേ കെമിസ്ട്രിയില്, അതേപോലെ എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്നതാണ്. ആവശ്യമില്ലാത്ത ആൾക്കാരെ പുറത്തേക്ക് വിടണം. ഇത്രയും കാര്യമാണ് എന്ത്, ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻഗൾഫ് ചെയ്യുക. ഫാഗോസൈറ്റോസിസിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ആരൊക്കെയൊക്കെ, ന്യൂട്രോഫിലും മോണോസൈറ്റ് ഒക്കെ ഫാഗോസൈറ്റോസിസിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. എൻഗൾഫ് ചെയ്യുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു പാത്തജൻ വന്ന ആ പാത്തജൻ നമ്മുടെ ശരീരം കൊല്ലുന്ന രീതി. ഒന്ന് പഠിച്ചല്ലോ ഫാഗോസൈറ്റോസിസ്. ബയോളജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താ, ഡയഗ്രാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഞങ്ങൾ ടെക്സ്റ്റിന്റെ ഓർഡറിനാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ വേണമെങ്കിൽ ടെക്സ്റ്റ് തുറന്നു വെക്കാം, ടെക്സ്റ്റ് നോക്കുക. എന്തായാലും എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡയഗ്രാംസ് ഇല്ലേ. ബയോളജി ഇതുവരെ എക്സാം എഴുതിയവർക്കൊക്കെ അറിയാം, 1-2 ഡയഗ്രാം എന്തായാലും ഉണ്ടാവും. ഡയഗ്രാം തരും, മേ ബി വാട്ട് ഈസ് ദിസ് പ്രോസസ്, ഇത് എന്ത് പ്രക്രിയയാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിട്ട് ഇതെന്താണ് അതെന്താണെന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ചിത്രം ബൈഹാർട്ട് ചെയ്ത് പോവാ, നന്നായി പഠിക്കുക. ചിത്രം പഠിച്ചാൽ തന്നെ എഴുതാനും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഫാഗോസൈറ്റോസിസ് പഠിച്ചു കഴിഞ്ഞു. അടുത്തതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. എന്താണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്? എന്താണ് എന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ് ടു ദ ഇഞ്ചേർഡ് ഓർ ബ്രൂയിസ്ഡ് ഏരിയ ടു ബ്രിങ് ദ വൈറ്റ് ബ്ലഡ് സെൽസ് ടു ഫൈറ്റ് ആൻ ഇൻഫെക്ഷൻ. നമ്മളെ ശരീരത്തിലെ പട്ടാളക്കാരാണ് ആര്, നമ്മളെ വൈറ്റ് ബ്ലഡ് സെൽസ്. ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ഇങ്ങോട്ട് ഓടിയെത്തണം. അങ്ങനെ ഓടിയെത്താനുള്ള പ്രോസസ്സിനെയാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയാം. നമ്മൾ റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഫസ്റ്റ് എന്താവും സംഭവിക്കുക, ആളുകൾ ഓടിക്കൂടി കഴിഞ്ഞാൽ കൂടിയുള്ള ഈ ഓടിക്കൂടിയിൽ ആരെങ്കിലും ആരെ വിളിക്കും, ആംബുലൻസിനെ വിളിക്കും. ആംബുലൻസ് സൈറൻ ഇട്ട് വരുന്ന വഴിക്ക് ആംബുലൻസിന് നമ്മൾ ഇങ്ങനെ വഴി മാറ്റി കൊടുക്കുന്നു. ആംബുലൻസ് വരുന്നു, ആളെടുക്കുന്നു, പോകുന്നു. അതാണല്ലോ സംഭവിക്കുന്നത്. അതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഓർത്തിനി നോക്കുക. അതുണ്ടോ, ഇവിടെ ഈ ചിത്രം കണ്ടല്ലോ, ചിത്രം നോക്കൂ. ഇതാണ് ഫസ്റ്റ് വൺ. ഒരാണി കുത്തിക്കേറി, എന്താണ്, സെല്ല് ഇഞ്ചുറായി, ഇഞ്ചേർഡ് സെൽസ്. ആണി കുത്തിക്കേറിയ സെല്ല് ഇഞ്ചുറായി എന്ത് ചെയ്തു, ബാക്ടീരിയ ഒക്കെ വരും അല്ലെ. അപ്പൊ സെല്ല് ഇഞ്ചുറായി കഴിഞ്ഞാൽ കെമിക്കൽ സിഗ്നൽസ് ഉണ്ടാവും നമ്മുടെ അവിടെ. എന്ത് ചെയ്യുന്നു, ഇഞ്ചേർഡ് സെൽസ്, ഈ ഇഞ്ചുർ ആയി കഴിഞ്ഞ സെൽസ് അയ്യോ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് കെമിക്കൽ സബ്സ്റ്റൻസ് പുറത്തു വിടുന്നു. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് പുറത്തു വിടുമ്പോഴാണ്, അഥവാ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് പുറത്തു വിടുന്നതിന് നമ്മൾ ആംബുലൻസിനെ വിളിക്കുന്നത്. അപ്പൊ ആംബുലൻസ് വരും, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആംബുലൻസ് വരുമ്പോൾ നമ്മൾ വഴി മാറി കൊടുക്കും. ബ്ലഡ് കാപ്പിലറി കണ്ടോ, ബ്ലഡ് കാപ്പിലറിന്റെ വീതി കൂടും. കണ്ടോ, ഇവിടെ ഇത് ചെറുതാണ്, വീതി കുറഞ്ഞ ആളാണ്. അങ്ങനെ നമ്മൾ ഈ മറ്റു കെമിക്കൽ സിഗ്നൽസും ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞല്ലേ, ഹിസ്റ്റാമിനെ റിലീസ് ചെയ്യുമ്പോൾ ഇതിന്റെ വീതി കൂടും. വീതി കൂടി എന്ത് സംഭവിക്കും, കുറേ ബ്ലഡിന് വരാനുള്ള വഴിയായി അല്ലെ. അതിന്റെ കൂടെ ആരും വരും, ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നു, ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നു. ഇതേപോലെ പഠിച്ചാൽ മതി കേട്ടോ, ചോദിച്ചാൽ ഇതേപോലെ എഴുതാം. മോണോസൈറ്റും ന്യൂട്രോഫിലും ഇഞ്ചേർഡ് ഏരിയയ്ക്ക് എത്തുന്നു ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ, വിഴുങ്ങി വിടാൻ. ഓക്കെ, മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസും ഇഞ്ചേർഡ് ഏരിയയ്ക്ക് വരുന്നു. ഇവര് ബാക്ടീരിയനെ വിഴുങ്ങുന്നു, പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ചിത്രത്തിൽ തന്നെ ഉണ്ട്, കണ്ടോ, ഇത് കണ്ടോ, ഫാഗോസൈറ്റോസിസ് ആണ്, ഫാഗോസൈറ്റ്സ് ആണ് ആര്, മോണോസൈറ്റും ന്യൂട്രോഫിലും വരുന്നു. കണ്ടോ, ഈ ബാക്ടീരിയനൊക്കെ, ഇവിടെ ബാക്ടീരിയനൊക്കെ വിഴുങ്ങി വിട്ടു, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ വന്നു, ബാക്ടീരിയനൊക്കെ വിഴുങ്ങി വിട്ടു, കഴിഞ്ഞു. ഇതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ്. നിങ്ങളെ ടെക്സ്റ്റിലുള്ള അതേ സാധനമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് പോയിന്റ് ആക്കിയെന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. എല്ലാ പോയിന്റ്സും ഉണ്ട്. ചിത്രം നോക്കി വെക്കാം. മേ ബി പിക്ചർ തന്നിട്ട് ഇത് എന്താന്ന് ചോദിക്കാം, ഈ പ്രോസസ് എന്താന്ന് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓർഡറിന് എഴുതാനൊക്കെ പറയും. നെക്സ്റ്റ് വണ്ണാണ് ഫീവർ. ഇപ്പൊ നമ്മൾ ഫാഗോസൈറ്റോസിസ് പറഞ്ഞു, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് പറഞ്ഞു. അടുത്തതാണ് ഫീവർ അഥവാ പനി. എങ്ങനെ പനി ഉണ്ടോന്ന് മനസ്സിലാവാ, തൊട്ട് നോക്കും. ചൂടുണ്ടെങ്കിൽ എന്താണ്, പനിയാണെന്ന് പറയാം. എങ്ങനെയാണ്, എന്താണ് പനി, അതന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ. നോക്കൂ, ഫീവർ ഇസ് എ കണ്ടീഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ബോഡി ടെമ്പറേച്ചർ റൈസസ് അബൌവ് ദ നോർമൽ റേഞ്ച് എത്രയാ, 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹൈറ്റ്. 4 അല്ല കേട്ടോ, ഫാരൻഹൈറ്റ്.
ഓക്കെ, 98.6 ഡിഗ്രി ഫാരൻഹൈറ്റ് അഥവാ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ മുകളിലേക്ക്. അതാണ് നമ്മളെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അതും ചോദിക്കാട്ടോ, ഒരു മാർക്കിനൊക്കെ അറിയില്ല. അപ്പൊ അതിൽ കൂടുതലായാല് എന്തായി? പനിയായി. നമ്മൾ ഈ ആശുപത്രി പോകുമ്പോൾ ഒന്നെങ്കിൽ ഇവിടെ തെർമോമീറ്റർ വെക്കും, ഇല്ലേ? ഇവിടെ അങ്ങനെ തെർമോമീറ്റർ വെക്കും, അല്ലെങ്കിൽ വായിൽ വെച്ചിട്ട്. അത് നമ്മളെ ബോഡി ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പനി? എങ്ങനെയാണ് പനി ഉണ്ടാവുക നമ്മളെ ബോഡിയിൽ? നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പനിയാണെന്ന് പറഞ്ഞാൽ അപ്പൊ പാരസെറ്റമോൾ എടുത്ത് വിഴുങ്ങും. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് ബോഡി ടെമ്പറേച്ചർ ഉയരുന്നത് നോക്കാം. എന്താ? ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഒക്കെ. ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ പട്ടാളക്കാർ, എന്ത് വന്നാലും നമ്മളെ രക്ഷിക്കാനുള്ള നമ്മളെ പട്ടാളക്കാർ, വൈറ്റ് ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നു? റിലീസ് കെമിക്കൽ സബ്സ്റ്റൻസ് കോൾഡ് പൈറോജൻസ്. ഇവിടെ മറ്റോടത്ത് ഹിസ്റ്റാമിനാണ് ഉണ്ടാവുന്നത്. വീട്ടിൽ തീ എത്തി കഴിഞ്ഞാൽ എക്സൈസുകാരെ പോലീസുകാരെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഫയർഫോഴ്സിനെ തന്നെ വിളിക്കണം. അതേപോലെ തന്നെയാണ് മുറിവായി കഴിഞ്ഞാൽ അവിടെ ആരാ വരുന്നത്? ഹിസ്റ്റാമിനാണ്. പനിയായി കഴിയുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് റിലീസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? പൈറോജൻ. വിളിക്കേണ്ട ആളെ തന്നെ വിളിക്കണം. അപ്പൊ പനിയാവുമ്പോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, എന്തെങ്കിലും ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ പൈറോജൻസ് പറയുന്ന ആളെ പുറത്തു വിടുന്നു. പൈറോജൻസ് ട്രിഗർ ദ ബ്രെയിൻ ടു റേസ് ദ ബോഡി ടെമ്പറേച്ചർ. എന്ത് സംഭവിക്കുന്നു? ബോഡി ടെമ്പറേച്ചർ അവിടെ പൈറോജൻസ് ബോഡി ടെമ്പറേച്ചർ കൂട്ടും. പൈറോജൻസിന്റെ പണി ഇതാണ്, ബോഡി ടെമ്പറേച്ചർ കൂട്ടും. ടെമ്പറേച്ചർ കൂടിയാല് നമ്മുടെ മോണോസൈറ്റിനും ന്യൂട്രോഫിലിനും പണിയെടുക്കാനുള്ള ആവേശം കൂടും. അപ്പൊ എന്ത് ചെയ്യുന്നു? മോണോസൈറ്റും ന്യൂട്രോഫിലും ഭയങ്കര സ്പീഡിൽ ആൾക്കാരെ എൻഗൾഫ് ചെയ്ത് വിടും, വിഴുങ്ങി കൊല്ലും. അത്രേ ഉള്ളൂ പനി. ഇവിടെ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഒരൊറ്റ പേരാണ് എന്ത്? പൈറോജൻ. മനസ്സിലായല്ലോ? പൈറോജൻ എന്നുള്ള പേര് നന്നായിട്ട് ഓർത്ത് വെക്കുക. ആ പേരുണ്ടെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എഴുതാം. നെക്സ്റ്റ് വൺ ആണ് ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കലും. മുറിയായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നത് കൊണ്ടാണ് ആ മുറി അവിടെ ആ ചോര വരല് നിൽക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ചോര വന്നോണ്ടേ ഇരിക്കും. എങ്ങനെയാണ് ഇത് നടക്കണേ? ഇറ്റ് ഈസ് എ മെക്കാനിസം ടു പ്രിവെന്റ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ആസ് വെൽ ആസ് ടു ബ്ലോക്ക് ദ എൻട്രി ഓഫ് പാത്തജൻസ് ഇൻ ടു ദ ബോഡി വെൻ എ വൂണ്ട് ഫോംസ് ഓൺ ദി സ്കിൻ. എന്താണ്? രക്തം പോകുന്നത് നിൽക്കലും ഒരു മുറി ആയി കഴിഞ്ഞാൽ നമ്മളെ തൊലി വഴി എന്ത് ചെയ്തു? ഒരു പാത്തജൻസ്, രോഗകാരികൾ ഉള്ളിലേക്ക് കയറാൻ തടയാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, വെരി ഇമ്പോർട്ടന്റ്, ശ്രദ്ധിക്കാം. ഇഞ്ചുറി ഒക്കേഴ്സ്, ഒരു ഇഞ്ചുറി സംഭവിച്ചു. പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഡാമേജ് ടിഷ്യൂസ് പ്രൊഡ്യൂസ് ത്രോംബോപ്ലാസ്റ്റിൻ. പേരോർത്ത് വെച്ചോ, ത്രോംബോപ്ലാസ്റ്റിൻ. മുറിയായി കഴിഞ്ഞ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുന്നു, അവിടുത്തെ ഡാമേജ് ടിഷ്യൂം പ്ലേറ്റ്ലെറ്റ്സും ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പുറത്തുവിടും. ത്രോംബോപ്ലാസ്റ്റിൻ. ഈ ത്രോംബോപ്ലാസ്റ്റിന്റെ പണി അവിടെ ഓൾറെഡി പ്രോത്രോംബിൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. എന്താണ്? പ്രോത്രോംബിൻ. ത്രോംബോപ്ലാസ്റ്റിൻ ഇപ്പൊ പുറത്തുവിട്ട മുറിയാകുമ്പോൾ മാത്രമേ ത്രോംബോപ്ലാസ്റ്റിൻ വരുള്ളൂ കേട്ടോ. അപ്പൊ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ് പ്രോത്രോംബിൻ. ഈ ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ഓക്കെ, ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. എന്നിട്ട് ഈ ത്രോംബിൻ അവിടെയുള്ള ഒരു ഇനാക്റ്റീവ് ആയി കിടക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഫൈബ്രിനോജനെ ത്രോംബിൻ ഫൈബ്രിനാക്കി മാറ്റും. ഫൈബ്രിൻ നെറ്റ്വർക്ക്, ഫൈബ്രിൻ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും. എന്തിനാണ് ഫൈബ്രിൻ? ഫൈബ്രിൻ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മള് ഇങ്ങനെ വരയുള്ള സാധനമാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുക? ചിലപ്പോ ബ്ലഡ് മുറിയായ സ്ഥലത്ത് ഈ ഫൈബ്രിൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു നെറ്റ്വർക്ക് ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നിട്ട് പിന്നെ ചോര പുറത്തേക്ക് വരില്ല. ഓക്കെ, അതിന് നമുക്ക് ആര് വേണം? ഫൈബ്രിൻ വേണം. ഫൈബ്രിൻ വരണമെങ്കിൽ ഇക്കണ്ട ആൾ, ഫൈബ്രിന് കുറച്ച് ജാട കൂടുതലാ, കുറെ ആൾക്കാർ വന്ന് വിളിച്ചാലേ വരുള്ളൂ. അപ്പൊ ദ ഫൈബ്രിൻ ഫോംസ് നെറ്റ്വർക്ക് ഓഫ് ഫൈബേഴ്സ് ദാറ്റ് ട്രാപ്സ് റെഡ് ബ്ലഡ് സെൽസ് ഫോമിങ്. അങ്ങനെ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു. ഈ ക്ലോട്ട് പിന്നെ എന്ത് ചെയ്തു? മുറി ഹീൽ ചെയ്യുന്നവരെ, മുറി ഉണങ്ങണ വരെ അതവിടെ ഈ ഫൈബ്രിൻ നെറ്റ്വർക്ക് അവിടെ നിന്നിട്ട് പിന്നീട് രക്തം പോവാതെ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ഉണ്ടാവും മുറിയായി കഴിഞ്ഞാൽ ഒരു സ്കാറ് വരല്, ഇല്ലേ? പാടാവും. ഇതേപോലെ ശരീരത്തിൽ എവിടെയും മേത്ത് എവിടെയൊക്കെ പാടുണ്ടോ നോക്കി വെച്ചോ. ആ പാട് വരാൻ കാരണം എന്താണ്? വൂണ്ട് ഹീലിംഗിലുള്ള ഒരു പോയിന്റ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് ഉണ്ട് ടെക്സ്റ്റിൽ, അതിലുള്ളതാണ്. എന്താണ്? ഇഫ് ദ വൂണ്ട് ഈസ് ഹീൽഡ് വിത്ത് കണക്റ്റീവ് ടിഷ്യൂ. വൈറ്റ് ബ്ലഡ് സെൽസോ ഇവരൊക്കെ വരുന്നതിന് പകരം ഇവർക്കൊന്നും വരാൻ പറ്റില്ല. വലിയ മുറിയൊക്കെ ആവുമ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? കണക്റ്റീവ് ടിഷ്യൂസ് വന്നിട്ടാണ് മുറി ഉണക്കുക. അത്യാവശ്യം വലിയ മുറിയാവും, പാടാവും, അല്ലെ? കണക്റ്റീവ് ടിഷ്യൂസ് വന്ന് മുറി ഉണക്കിയാലാണ് അവിടെ സ്കാർ വരിക. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരു സ്കാർ ഉണ്ടാവുകയെന്ന്. ഓക്കെ, മുറി ആയി കഴിഞ്ഞിട്ട് ചിലതിന് മുറി ആയാലും സ്കാർ ഉണ്ടാവില്ല. സ്കാർ ഉണ്ടാവാൻ കാരണം കണക്റ്റീവ് ടിഷ്യൂസ് മുറിന്, ലോസ്റ്റ് ടിഷ്യൂസിന് പകരം കണക്റ്റീവ് ടിഷ്യൂസ് അവിടെ വന്ന് മുറി ഹീൽ ചെയ്താൽ അവിടെ എന്തായി? വൂണ്ട് ഹീൽ ആവുകയാണ് ചെയ്യുക. ഓക്കെ,
ഇത് വൂണ്ട് ഹീലിംഗ് ആണ്. അപ്പുറത്തെ പേജിൽ ഒരു പെട്ടിയിലുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഈ പോയിന്റ് മറക്കാതെ ഓർത്ത് വെക്കാം. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഇതിപ്പോ എന്താണ്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയില് സെക്കൻഡറി ലെവലാണ് ഇപ്പൊ പറഞ്ഞത്. നെക്സ്റ്റ് വൺ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഒരു എക്സാമ്പിൾ ആരാ നമ്മൾ പറഞ്ഞു, വാക്സിൻസ് ആണെന്ന് പറഞ്ഞു അല്ലെ. വാക്സിൻ കണ്ടുപിടിച്ചത് ആരാ, എഡ്വേർഡ് ജെന്നർ. ഫാദർ ഓഫ് വാക്സിൻ ആണ് ആര്, എഡ്വേർഡ് ജെന്നർ. ഞാൻ ഇവിടെ എഴുതി വെച്ചിരുന്നു, കാണാൻ ആണ്ട്. ഫാദർ ഓഫ് വാക്സിനേഷൻ അഥവാ എഡ്വേർഡ് ജെന്നർ. എന്താണ് ഇമ്മ്യൂണൈസേഷൻ, ഇതൊന്ന് ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ എന്താ ചോദിച്ചാല്, ഇമ്മ്യൂണൈസേഷൻ ഈസ് ആൻ ആർട്ടിഫിഷ്യൽ മെത്തഡ് ഓഫ് പ്രിപ്പയറിംഗ് ദി ഇമ്മ്യൂൺ സെൽസ് ഇൻ അഡ്വാൻസ് എക്സ്പെക്ടിംഗ് ദി അറ്റാക്ക് ഓഫ് പാത്തജൻസ്. ഇമ്മ്യൂണിറ്റി അക്വയർഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി. അതായത് പാത്തജൻസ് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇപ്പൊ കൊറോണയ്ക്ക് വാക്സിൻ അടിക്കുന്നത് ഓർത്ത് നോക്കും. കൊറോണ വന്നാൽ നമ്മൾ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാക്സിൻ അടിച്ചത് അല്ലെ. പോളിയോക്ക് തുള്ളിമരുന്നാണ്, അതാ ഒരു ഫോം ഓഫ് ആണ്. അങ്ങനെ ഓരോന്ന് അടിക്കുന്ന എന്തിനാണ്, ഇപ്പൊ റേബീസ്, പേ വിഷബാധ ഉണ്ടാവാതിരിക്കാൻ. പട്ടി കടിച്ചു കഴിഞ്ഞാല്, പട്ടിക്ക് പേ ഉണ്ടായാൽ ഞാൻ രക്ഷപ്പെടണം, അത് എഴുതിയിട്ടാണ് നമ്മൾ വാക്സിൻ അടിക്കുന്നത് അല്ലെ. അതൊക്കെ എന്താണ്, എക്സ്പെക്ടിങ് ദി അറ്റാക്ക് ഓഫ് പാത്തജൻസ്, വരുമെന്ന പ്രതീക്ഷ കൊണ്ട് വാക്സിൻ അടിച്ചു വെക്കുന്നു. അപ്പൊ ഈ വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്, വെറുതെ സിറിഞ്ചിൽ വെള്ളം കുത്തി അല്ല. എന്താണ്, ലൈവ് അല്ലെങ്കിൽ അറ്റൻവേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരാൾ തന്നെ, ആരിപ്പോ കൊറോണയാണെന്ന് എക്സാമ്പിൾ, നമ്മൾ കൊറോണ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കൊറോണേന്റെ കേസ് നമ്മൾ കൊറോണേന്റെ mRNA ആണ് എടുക്കുന്നത്. അല്ലെ ഇപ്പൊ ഇവിടെ കേസായിട്ട് ഒരു HPV ഒക്കെ വിചാരിച്ചോ, HPV ആണെന്നുണ്ടെങ്കിൽ, HPV പറഞ്ഞ ഇതിന് അഗെയിൻസ്റ്റ് വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഈ HPV വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു ചെറിയ അളവാണ് എടുക്കുന്നത്. ചില വാക്സിനിൽ ഈ ആളെ പാത്തജനെ കൊന്ന പാത്തജനായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു ഡോസ് ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ കയറ്റുക. അപ്പൊ കയറ്റുമ്പോൾ നമ്മളെ ബോഡി അതിന് പ്രിപ്പയർ ആയി. നമുക്ക് ആദ്യം വാക്സിൻ അടിക്കുമ്പോൾ അസുഖം വരില്ല, നമ്മളെ ബോഡി പ്രിപ്പയർ ആയി. ഈ ഒരാള് വലിയ അളവിൽ ഇനി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവൻ അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കിപ്പോ ഒരു വീട്ടിലൊരു അറ്റാക്ക് ഉണ്ട്, ഒരാള് ഒരു കള്ളം കയറുന്ന നമ്മളെ വീട്ടിലുണ്ട്, നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ അതിന് പ്രിപ്പയർ ആയി നിൽക്കും. അതേ സെയിം കേസാണ് വാക്സിനിലും സംഭവിക്കുന്നത്. വാക്സിൻ കണ്ടുപിടിച്ച ആളാണ് എഡ്വേർഡ് ജെന്നർ. മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാം, ഹൂ ഇസ് ദ ഫാദർ ഓഫ് വാക്സിനേഷൻ, എഡ്വേർഡ് ജെന്നർ. സ്മോൾ പോക്സിന് ആണ് അയാൾ ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചത്. എങ്ങനെയാ വെച്ചാൽ കൗ പോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു, അയാൾ കണ്ടുപിടിച്ചു. ഈ കൗ പോക്സ് വന്ന ആൾക്കാർക്ക് സ്മോൾ പോക്സ് വരുന്നില്ല. അങ്ങനെ അയാൾ കണ്ടു. അതൊന്നും നമുക്ക് കാര്യമായിട്ട് പഠിക്കാമല്ലോ, ഇപ്പൊ എത്ര ഓർത്താൽ മതി. എന്താണ്, എഡ്വേർഡ് ജെന്നർ ആണ് ഫാദർ ഓഫ് വാക്സിനേഷൻ. സ്മോൾ പോക്സിനാണ് അദ്ദേഹം വാക്സിൻ കണ്ടുപിടിച്ചത്. ആക്ഷൻ മെക്കാനിസം ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ, ഒന്നുകൂടെ വായിച്ചുതരാം. ആന്റിജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് ആന്റിബോഡീസ് അഗെയിൻസ്റ്റ് ദ പാത്തജൻസ്. പാത്തജൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആന്റിബോഡീസിന് ഉണ്ടാക്കും. കാരണം ആന്റിജൻ ആയിട്ട് നമ്മളെ വാക്സിൻ കയറുന്നത് ആന്റിജൻ ആണ്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ശരീരത്തിലേക്ക് അഗെയിൻസ്റ്റ് ആയിട്ട്, പിന്നെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ ആന്റിബോഡി ഉണ്ടാവുന്നു. പിന്നെ വലിയ അളവിൽ വന്നാല് നമ്മൾ അവരെ തീരുമാനാക്കും. അപ്പൊ എന്ത് ചെയ്തു, ഇൻ ദ ബോഡി ആൻഡ് പ്രൊവൈഡ് ലോങ് ടേം പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസീസ്. അസുഖത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോങ് ടേം പ്രൊട്ടക്ഷൻ തരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ, നമ്മൾ പറഞ്ഞ വാക്സിൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒരു മേജർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡിസീസസ് എന്ന് പറയുന്നു. ഡിസീസസ് എന്ന് പറയുന്നത് ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നമ്മൾ രോഗങ്ങളെ രണ്ടെണ്ണാക്കി തിരിച്ചിട്ടുണ്ട്. എന്താണ്, അക്വയർഡ് ഡിസീസും ഹെറിഡിറ്ററി ഡിസീസും. നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണത്, കുറച്ച് ലാസ്റ്റ് ആണ്, ഞാനത് ഫില്ലാക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അക്വയർഡ് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്വയർ ചെയ്യാം, വെറുതെ വാങ്ങിക്കൂട്ടുന്ന അസുഖങ്ങൾ, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല. രണ്ടാമതുള്ളതാണ് ഹെറിഡിറ്ററി ഡിസീസ്. ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല, പാരമ്പര്യമാണ്. അക്വയർഡ് ഡിസീസ് പറഞ്ഞാൽ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ വാങ്ങിക്കൂട്ടുന്നത്. ഹെറിഡിറ്ററി പറഞ്ഞാൽ പാരമ്പര്യമാണ്. അതിൽ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടുന്നത് തന്നെ രണ്ടെണ്ണാക്കി ഡിവൈഡ് ചെയ്യാം. അക്വയർഡ് ഡിസീസിനെ കണ്ടേജിയസും നോൺ കണ്ടേജിയസും ഉണ്ട്. കണ്ടേജിയസ് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, പകരുന്നത്. കമ്മ്യൂണിക്കബിൾ എന്നും പറയും കേട്ടോ, കമ്മ്യൂണിക്കബിൾ എന്നും പറയും. മറ്റേത് എന്താണ്, നോൺ കണ്ടേജിയസ് അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ. കണ്ടേജിയസ് ഡിസീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു 5 ആൾക്കാരാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോൺ കണ്ടേജിയസ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടേജിയസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കണ്ടേജിയസ് ആണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. നോൺ കണ്ടേജിയസ് ജസ്റ്റ് ടച്ച് ചെയ്ത് പോണേ ഉള്ളൂ. പിന്നെ ഹെറിഡിറ്ററി പറയുമ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന നിങ്ങൾക്ക് പഠിക്കാനുള്ള സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോന്ന് എന്താന്ന് പറയാം. ഓക്കെ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെ ബാക്ടീരിയ ഉണ്ടാക്കുന്നുണ്ട്, വൈറസ് ഉണ്ടാക്കുന്നുണ്ട്, പ്രോട്ടോസോവൻ ഉണ്ടാക്കുന്നുണ്ട്, വേംസ് ഉണ്ടാക്കുന്നതുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിക്കാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് കോസ്ഡ് ബൈ ബാക്ടീരിയ. ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖം. രണ്ടെണ്ണമാണ് പഠിക്കാനുള്ളത്. ഒന്നെന്താണ്, ട്യൂബർകുലോസിസ്, TB, ക്ഷയരോഗം എന്നൊക്കെ പറയില്ലേ, ട്യൂബർകുലോസിസ്, ചുമ.
2 റാറ്റ് ഫീവർ, എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ്. ഒരുപാട് അസുഖങ്ങൾ പഠിക്കാണ്ട്, ശ്രദ്ധിക്കുക. അസുഖങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയാണ്, ഇത് വലിയ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. ഈ 5 പോയിന്റ് കണ്ടോ? പാത്തോജൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, പാർട്ട് ഓഫ് ദ ബോഡി അഫക്റ്റഡ്, സിംറ്റം, പ്രിവെൻഷൻ, ട്രീറ്റ്മെന്റ്. ഈ 5 കാര്യങ്ങൾ എല്ലാ അസുഖങ്ങളും ഇങ്ങനെയാക്കി പഠിക്കാം. ഓക്കെ, എല്ലാ അസുഖത്തിന് നിങ്ങളൊരു എത്ര അസുഖം ഉണ്ടോ അത്രയും കോളം വരച്ചിട്ട് ഇങ്ങനെ എഴുതി വെച്ചോ. പാത്തോജൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എഴുതി വെക്കാം, അസുഖത്തിന്റെ പേര് മുകളിൽ ഹെഡിങ് ആക്കുക, എന്നിട്ട് അത് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ എളുപ്പം. അങ്ങനെ ഇപ്പൊ മറക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് ചുമരം ഒട്ടിച്ചു വെച്ചോ, ഒരു പെട്ടിയാക്കി വരച്ചിട്ട് ചുമരം ഒട്ടിച്ചു വെച്ചോ, പിന്നെ നമ്മൾ മറക്കില്ല. കാരണം ഇതിലിപ്പോ ഈ അസുഖത്തിന്റെ പാത്തോജന്റെ പേര് മറന്നു കഴിഞ്ഞാൽ മാർക്ക് അങ്ങോട്ട് പോയി. 1 മാർക്കിനും ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിനും ചോദിക്കാം, എത്ര മാർക്കിനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ട്യൂബർകുലോസിസ് പറയുകയാണെന്ന് വിചാരിച്ചോ. എന്താണ് പാത്തോജൻ? ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്ന പാത്തോജന്റെ പേരാണ് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. മറക്കരുത്, ബാക്ടീരിയ കോസ് ചെയ്യുന്ന അസുഖമാണ്. അപ്പൊ എന്ത് ചെയ്തു? മൈക്കോ ബാക്ടീരിയം. അസുഖത്തിന്റെ പേര് ട്യൂബർകുലോസിസ് ആണ്, അത് പാത്തോജൻ ആഡ് ചെയ്യാം. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് അസുഖം ഉണ്ടാക്കുന്ന ആള്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താ? ചുമക്കുന്ന ആളുടെ എടുത്തു പോയിരുന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തു? അവർ ചുമയ്ക്കുമ്പോൾ അവിടുത്തെ മ്യൂക്കസ് ഒക്കെ നമ്മുടെ സലൈവയൊക്കെ നമ്മളെ ശരീരത്തിലാവുന്നു. അങ്ങനെയാണ് നമുക്ക് അസുഖം ഉണ്ടാവുന്നത്. ഒരു തുമ്മ, ചുമയ്ക്കുക, സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെയാണ് പകരുക. അഫക്ട് ചെയ്യുന്ന ബോഡി പാർട്ട് മെയിൻ ആയിട്ട് ചുമയല്ലേ. അപ്പൊ ആരെയൊക്കെ അഫക്ട് ചെയ്യുക? ലങ്സിനെയാണ്. പക്ഷെ ഇത് ഭയങ്കര സിവിയർ ആയി കഴിഞ്ഞാൽ കിഡ്നി, ബോണ്, ബ്രെയിനിനെയൊക്കെ അഫക്ട് ചെയ്യും. സിംറ്റം എന്ന് പറയുന്നത് പെർസിസ്റ്റന്റ് കഫ്. ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഇങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. അതേപോലെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, വെയിറ്റ് ലോസ്, ഭാരം കുറയുന്നു, ഫറ്റീഗ്, പിന്നെ ചിലർ കഫത്തിൽ എന്തെങ്കിലും രക്തം കാണാം. ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഒരു സിംറ്റം ആണ്. ഈ സിംറ്റം ഒക്കെ കണ്ടാൽ ഹോസ്പിറ്റലിൽ പോവാം. പിന്നെ ഉള്ളത് പ്രിവെൻഷൻ പറഞ്ഞ BCG വാക്സിനേഷനും ഉണ്ട്. ലോങ് ടേം ആയിട്ട് ആന്റിബയോട്ടിക്സ് എടുക്കാം. പ്രിവെൻഷൻ, BCG വാക്സിനേഷൻ, ആന്റിബയോട്ടിക് എടുക്കാം. ഇത്രയാണ് ട്യൂബർകുലോസിസ് പറയുന്നത്. പിന്നെയുള്ള റാറ്റ് ഫീവർ ആണ്. റാറ്റ് ഫീവറിന്റെ പാത്തോജൻ ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാത്തോജൻ, ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയന്റെ പേരാണ് ലെപ്റ്റോസ്പൈറ. ത്രൂ വൂണ്ട് ഓർ ത്രൂ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ഐസ്. കണ്ണിലുള്ള മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെങ്കിൽ മുറിയിലൂടെയൊക്കെയാണ് ഇത് വരിക. എങ്ങനെയാ? എലിമൂത്രമുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, കാലുമ്പ് ഒരു മുറിയുണ്ട്, വെള്ളത്തിൽ പോയി ചവിട്ടി, മുറി വഴി ആ വെള്ളത്തിൽ ഒരു ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉള്ള ഒരു റാറ്റ് മൂത്രം ഒഴിച്ചു വെച്ച് പോയതാണെന്ന് വിചാരിച്ചോ. ആ മുറി വഴി ഒബ്വിയസ്ലി ഈ ലെപ്റ്റോസ്പൈറ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നു, റാറ്റ് ഫീവർ ആയി. അത്രേ ഉള്ളൂ. ഓക്കെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, കണ്ടാമിനേറ്റഡ് വാട്ടർ എഴുതിയാൽ മതി. എലി മൂത്രം വെച്ചിട്ടുള്ള സ്ഥലത്ത് കാലുമ മുറിയുണ്ട്, പോയി വെള്ളം ചവിട്ടാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കയറും. പിന്നെ അത് ആ വെള്ളം തന്നെ നമ്മൾ കണ്ണിലും മൂക്കിലും ഒക്കെ ആയാലും മ്യൂക്കസ് മെംബ്രെയിൻ വഴി കയറും. ഇങ്ങനെയാണ് അസുഖം വരിക. അഫക്ട് ചെയ്യുന്ന പാർട്ടി കിഡ്നി, ലിവർ, ലങ്സ് ആണ്. സിംറ്റം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നല്ല പനി, തലവേദന, മസിൽ വേദന, മസിൽ പെയിന്, കണ്ണ് ചോക്ക, വോമിറ്റിങ്. ഇതൊക്കെ സാധാ പനി, ചില പനീന്റെ സിംറ്റം ആണ്. അതായത് നോക്കുക, സിംറ്റം പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക? ഡോക്ടറെ കാണിക്കാം. പാരസിറ്റമോൾ എടുത്ത് വിഴുങ്ങരുത് എന്ന് പറയാം. പിന്നെ എന്താണ്? യൂസ് പ്രിവെന്റീവ് മെഡിസിൻസ്, ട്രീറ്റ്മെന്റ് യൂസിങ് ആന്റിബയോട്ടിക്സ്. മെഡിസിൻ യൂസ് ചെയ്യുക, ആന്റിബയോട്ടിക്, അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബാക്ടീരിയ കോസ് ചെയ്യുന്ന 2 അസുഖം ട്യൂബർകുലോസിസ്, റാറ്റ് ഫീവർ. നെക്സ്റ്റ് പറയുന്ന വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് എന്താണ്? ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV, എയ്ഡ്സ് ഞാൻ ഹെഡിങ് എഴുതാൻ മറന്നാണ്, സോറി. എയ്ഡ്സ് ആണ് അടുത്ത അസുഖം. അത് എയ്ഡ്സ് ഉണ്ടാക്കുന്ന പാത്തജൻ ആണ് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. T ലിംഫോസൈറ്റിനെയാണ് എഫക്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, T ലിംഫോസൈറ്റ് മൂപ്പരെയാണ് എഫക്ട് ചെയ്യുക. സിംറ്റം എന്ന് പറയുന്നത് മറ്റു വൈറൽ ഡിസീസിനോടായിട്ടുള്ള സിംറ്റം ഒക്കെ തന്നെയാണ്. പനി, തലവേദന, അതായത് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ ആയിരിക്കും ഡിസീസ് ഉണ്ടാവുക. ഭയങ്കര സീരിയസ് ആയി കഴിഞ്ഞാല് ട്യൂബർകുലോസിസ്, പലതരം ക്യാൻസർ, ന്യൂമോണിയ ഒക്കെ ആയിട്ട് മാറും. T ലിംഫോസൈറ്റിനെ എഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയാന്നാണ്. നമ്മുടെ ശരീരത്തിന് അസുഖത്തിന് ഫൈറ്റ് ചെയ്യാനുള്ള ഇത് കുറയും. അപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ ഭയങ്കര ഫേറ്റലായി മാറുകയാണ് ചെയ്യുക. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുമായിട്ടുള്ള അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോണ്ടാക്ട്, പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഈ ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സിറിഞ്ചൊക്കെ ആൾക്കാരെ സ്റ്റെറൈൽ ആണോ എന്ന് നോക്കൂല. ഒരാൾ കുത്തിയതിനെ മറ്റേ ആളെടുത്തൊക്കെ കുത്തും. അങ്ങനത്തെ സിറിഞ്ച് യൂസ് ചെയ്താൽ, കാരണം അയാളെ ബ്ലഡ് പാർട്ടിക്കിൾസ് ഇതിൽ ഉണ്ടാവും, അപ്പൊ മറ്റേയാൾക്ക് പകരും. പിന്നുള്ളത് ബ്ലഡ് ആൻഡ് ഓർഗൻ ട്രാൻസ്ഫ്യൂഷൻ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളത് അറിയാതെ, അപ്പൊ അയാൾക്ക് HIV ഉണ്ടെന്ന് അറിയാതെ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഇതും അസുഖം വരും. പിന്നുള്ളത് എന്താ വെച്ചാല് അസുഖമായിട്ടുള്ള HIV ഉള്ള അമ്മ സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഡെഫിനറ്റ്ലി അസുഖം ഉണ്ടാവും.
ഇങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ HIV ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എയ്ഡ്സ് വന്നു കഴിഞ്ഞാൽ ക്യൂറബിൾ അല്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഈ എയ്ഡ്സ് വന്ന ആൾക്കാരുടെ പ്രത്യേകത എന്തായിരിക്കും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പൊ ചെറിയ അസുഖം വന്നാലും ചെറിയ അസുഖം കൊണ്ട് മരണപ്പെടലാണ്. അപ്പൊ ഇപ്പൊ ആർട്ട് എന്ന് പറയുന്ന ആന്റി റിട്രോ വൈറൽ തെറാപ്പി ഉണ്ട്. അതായത് ഒരു മിക്സ് ഓഫ് ആന്റിബയോട്ടിക്സ് അങ്ങനെ കുറെ സംഭവങ്ങളാണ്. ഇത് യൂസ് ചെയ്തിട്ട് ഇവരുടെ എന്താ ചെയ്യാ ഇവർക്ക് അസുഖം ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇതാക്കാം, ലൈഫ് കുറച്ചുകൂടെ ഒന്ന് നീട്ടാൻ പറ്റും ഇത് വെച്ചിട്ട്. അസുഖം മാറില്ല, പക്ഷെ ഇങ്ങനെ മരുന്നൊക്കെ കുടിച്ചിട്ട് നമുക്ക് തള്ളിക്കൊണ്ട് പോവാം. ഓക്കെ, പിന്നെ ഉള്ളത് വൈറസ് കോസ് ചെയ്യുന്ന മറ്റൊരു അസുഖം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കുറെ കാലം വീട്ടിലൊക്കെ ഇരുന്നതാണ് എന്ത്, നിപ്പ വൈറസ്. നിപ്പ അസുഖം, നിപ്പ പാത്തജൻ എന്ന് പറയുന്നത് നിപ്പ വൈറസ്. സിംറ്റം എന്ന് പറയുന്നത് എന്താണ്, ഫീവർ, ഹെഡ് ഏക്ക്, മസ്കുലർ പെയിൻ, കഫ്, വോമിറ്റിംഗ്. ഇതൊക്കെ വേറെ എന്തിലൊക്കെ എഴുതാട്ടോ, റാറ്റ് ഫീവറിന്റെ ഒക്കെ സെയിം സിംറ്റം. പിന്നെ ഡിസീസ് സിവിയർ ആകുമ്പോൾ ഡിസോറിയന്റേഷൻ ഉണ്ടാവുന്നു, എപ്പിലെപ്സി, കോൺഷ്യസ്നെസ് ഒക്കെ നഷ്ടപ്പെടുന്നു. നിപ്പലാകത്രേ ഉള്ളൂ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ദ ബാറ്റ്, പിന്നെ ആനിമൽസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ആ ഫ്രൂട്ട്സ് കഴിച്ചാണ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ബാറ്റ് വന്ന് ഇപ്പൊ നിപ്പ വൈറസ് ഉള്ള ബാറ്റ് ഒരു മാങ്ങ കഴിക്കുന്നു, ആ മാങ്ങ മനുഷ്യന്മാർ നേരിട്ട് കഴിക്കുന്നു, അസുഖം വന്നു. ആ മാങ്ങ ആനിമൽസ് കഴിക്കുന്നു, ആ ആനിമൽസിന് നമ്മൾ കഴിക്കുന്നു, എന്താണ് അസുഖം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അങ്ങനെയാണ്, കണ്ടാമിനേറ്റഡ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് ആയിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് ഫംഗസ്. ഇപ്പൊ നമ്മള് ബാക്ടീരിയ പറഞ്ഞു, വൈറസ് പറഞ്ഞു, നെക്സ്റ്റ് വൺ ഫംഗസ്. വലിയ രസമല്ലേ കാണാൻ? ചിത്രം നോക്ക്, റിംഗ് വോമും കാൻഡിഡയാസിസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കാൻഡിഡിയാസിസ്, റിംഗ് വോം എന്ന് പറഞ്ഞാൽ എന്താ, വട്ടച്ചൊറി. കാണാൻ തന്നെ ഉണ്ട് അല്ലെ, സിമ്പിൾ പേര് തന്നെ ഉണ്ട്, റിംഗ് വോം, വട്ടച്ചൊറി. പിന്നെ എന്താണ്, മോഡ് ഓഫ് ഇൻഫെസ്റ്റേഷൻ ത്രൂ ദ ഇൻഫെസ്റ്റഡ് പേഴ്സൺസ്. തൊട്ടാ മതി, അതുമായിട്ട് കോണ്ടാക്ട് വരും, ഫംഗസ് അല്ലേ, കോണ്ടാക്ട് വരും. പിന്നെ അവര് തൊട്ട അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട് അതൊക്കെ വരും. പിന്നെന്താണ്, ആനിമൽസ് ഒന്നും കിട്ടും. സിംറ്റം എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് സർക്കുലർ റെഡിഷ് റാഷസ്. കണ്ടോ, വട്ട കളറിലുള്ള ചുവന്ന ചൊറി പോലെ ഉണ്ടായിരിക്കും, അത് ചൊറിയും ചെയ്യും. പേര് തന്നെ ഉണ്ട്, സിമ്പിൾ ആണ്, പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഫംഗസ് ഉണ്ടാക്കുന്നത് റിംഗ് വോം. ഓക്കെ, പിന്നെയാണ് കാൻഡിഡയാസിസ്. കാൻഡിഡയാസിസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണ്ടോ, ഈ നാവിൽ ഇങ്ങനെ വെള്ള പാച്ചുകൾ ഉണ്ടാവുന്നതാണ് അതിന്റെ സിംറ്റം. മോഡ് ഓഫ് ഇൻഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് കോണ്ടാക്ട് ആയിട്ടുള്ളത്, അഥവാ ക്ലോത്ത് ഷെയർ ചെയ്യുക, സെക്ഷൽ കോണ്ടാക്ട് ഒക്കെ വഴി. ആരാൻ ഡ്രസ്സ് വാങ്ങിയിടുമ്പോ എന്ത് ചെയ്യുക, അലക്കിയിടുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹാബിറ്റാണ് ഈ ഡ്രസ്സ് ഷെയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് വാങ്ങിയിടുമ്പോ ഒരലക്കിയുണ്ടോ അല്ലെങ്കിൽ അലക്കിയിട്ടൊക്കെ ഇടും. വട്ടച്ചോറി ഉള്ളവരൊന്നും പറയില്ല എനിക്ക് വട്ടച്ചോറി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ കാൻഡിഡയാസിസ് ഒക്കെ ഉള്ള ആൾക്കാരൊന്നും ഇത് പറയില്ല. ബി കെയർഫുൾ. പിന്നെന്താണ്, പ്രോട്ടോസോവ. അതാണ് പ്രോട്ടോസോവ ഉണ്ടാക്കുന്നത്. പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മലേറിയ. ഓക്കെ, മലേറിയന്റെ പാത്തജൻ ആണ് ആര്, പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞിട്ടുള്ള പാത്തജൻ ആണ്. ഇത് ട്രാൻസ്മിഷൻ എങ്ങനെ നമുക്ക് പകരാം, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഫീമെയിൽസ് ആണ് നമ്മളെ കടിക്കുക അല്ലെ, പെണ്ണ് കൊതുകുകളാണ് കടിക്കുക. മറ്റൊരു ഫ്രൂട്ട് പൾപ്പ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണ് മെയിൽ. അതുകൊണ്ട് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ വഴിയാണ് അസുഖം ട്രാൻസ്മിറ്റ് ആവുക. ഈ വൈറസ്, ഈ പാത്തജനുള്ള പ്ലാസ്മോഡിയം ഉള്ള കൊതുക് നമ്മളെ കടിക്കുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് അത് വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. RBCസിന്റെ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. കൗണ്ട് കുറയാന്ന് കേട്ടിട്ടില്ലേ, കൗണ്ട് കുറയണ പനി എന്നൊക്കെ കേട്ടിട്ടില്ല. എന്താണ്, RBCനെ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുക, അതുകൊണ്ടാണ് കൗണ്ട് കുറയാന്ന് പറയുന്നത്. ഓക്കെ, സിംറ്റം എന്ന് പറയുന്നത് ഫീവർ, ചിൽസ്, ഷിവറിങ്, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, മസ്കുലർ പെയിൻ, ബോഡി പെയിൻ, ഫെറ്റിഗ്. സിംറ്റം ഒന്നും എഴുതാതിരിക്കരുത്, കാരണം ഏകദേശം എല്ലാത്തിന്റെ സിംറ്റം ഒന്നാണ്. ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആന്റി മലേറിയൽ മെഡിസിൻസ് ആണ്. പിന്നുള്ളതാണ് ലാസ്റ്റ് വണ്ണാണ് വോംസ് ഉണ്ടാക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഫിലാരിയാസിസ്. മന്ത് കയ്യും കാലൊക്കെ വീർത്ത് വരുന്ന കണ്ടിട്ടില്ലേ, അതാണ് ഫിലാരിയാസിസ് എന്ന് പറയുന്നത്. ഫിലാരിയൽ വോം ആണ് ഈ മന്ത് ഉണ്ടാക്കാൻ കാരണം. നമ്മൾ മന്ത് എന്ന് പറയുമ്പോൾ അസുഖത്തിന്റെ പേര് ഫിലാരിയാസിസ് ആണ്, മന്തെന്നൊന്നും എഴുതിയേക്കരുത്. ട്രാൻസ്മിഷൻ വരുന്ന ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ, മറ്റേതായിരുന്നു അനോഫിലസ്, ഇവിടെ ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ. പിന്നെ ഇൻഫെക്ഷൻ എങ്ങനെ പകരവനെ, മൊസ്കിറ്റോ ബൈറ്റ്സ് ദ ലാർവ ഓഫ് ദ വോംസ് എൻ്റർ ദ ബ്ലഡ് സ്ട്രീം. കടിക്കുന്നു, ചോരയിലേക്ക് എന്ത് ചെയ്തു, നമ്മളെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇതിന്റെ ലാർവ കയറുന്നു. അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലിംഫാറ്റിക് വെസലില്, ലിംഫാറ്റിക് വെസലിൽ പോയി സെറ്റിൽ ആവുന്നു. മൂപ്പര് പിന്നെ അവിടെ ജീവിക്കും. പിന്നെ എനിക്ക് വേറെ എങ്ങോട്ട് പോകണം, നമുക്ക് നല്ല സ്ഥലം കിട്ടി, നല്ല 3 നേരം തിന്നാൻ കിട്ടുന്നു, നല്ല AC, ഫുള്ള് വൈഫൈ, നമ്മൾ അവിടെ നിന്ന് പോകുമോ? അതേപോലെയാണ് ആര്, ഈ ഫിലാരിയൽ വോം. നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം അവർക്ക് സ്വർഗ്ഗമാണ്, അവിടെ ഇരിക്കും. അവിടെ അങ്ങനെ ഇരുന്നിരുന്നിട്ടാണ് ആ ഭാഗം എന്ത് ചെയ്യുന്നത്, തടിച്ച് വീർക്കുന്നത്.
ലിംഫാറ്റിക് ഫ്ലൂയിഡ് അവിടെ അക്യൂമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അത് ബ്ലോക്ക് ആവുന്നു, ഫ്ലൂയിഡ് അവിടെ അക്യൂമുലേറ്റ്, അങ്ങനെയാണ് അത്രയും ഭാഗം വീർത്തിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ഒരു പിക്ചറൊക്കെ. സിംറ്റംസ് വരുന്ന ബോഡി പാർട്ട് സച്ച് ആസ് ലെഗ്, ആംസ് ആൻഡ് ജെനൈറ്റൽ ഓർഗൻ ബിക്കം എക്സസീവ്ലി സ്വള്ളൺ ആൻഡ് എൻലാർജ്ഡ്. ബോഡി പാർട്ട് അഥവാ കാല്, ആംസ്, ലെഗ്സ്, ആംസ്, ജെനൈറ്റൽ ഓർഗൻസ് ഒക്കെ വല്ലാണ്ട് സ്വള്ളൺ ആവുന്നു. ഭയങ്കര ഒരു വേഴ്സ് കണ്ടീഷൻ ആണിത്. ഓക്കെ, ഇത്രയാണ് പഠിക്കാനുള്ളത്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇതൊക്കെ എന്താണ്, കമ്മ്യൂണിക്കബിൾ അഥവാ പകരുന്ന അസുഖങ്ങളാണ്. പകരാത്തൊരു അസുഖം ഏതാ? നോൺ കമ്മ്യൂണിക്കബിളിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ക്യാൻസർ മാത്രമാണ് കേട്ടോ. ടെക്സ്റ്റിൽ കാര്യമായിട്ട് മറ്റേത് ജസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുള്ളൂ. ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൽസ് അൺകൺട്രോളബിളി ഡിവൈഡ് ചെയ്യാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സെല്ലുകൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്ത് പോകുന്നു. അതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, സെല്ല് വല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും പാടില്ല. നമ്മളൊക്കെ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വളരുന്നത്. പക്ഷെ അമിതമായാൽ അമൃതും വിഷം അല്ലേ? ഒരു കൂട്ടത്തിൽ വലുതായി കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് മാത്രം വലുതായി കഴിഞ്ഞാൽ അത് ക്യാൻസറസ് ആയിട്ട് മാറും. പിന്നെ എന്ത് പ്രത്യേകം എന്താ വെച്ചാൽ ബ്ലഡും ലിംഫും വഴി മറ്റു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും, പരക്കുവാകെ. അപ്പൊ കൺട്രോൾ മെക്കാനിസം ഓഫ് സെൽ ഡിവിഷൻ പ്രോസസ് ഫെയിൽ ആകുമ്പോൾ നോർമൽ സെല്ല് ക്യാൻസർ സെല്ലായിട്ട് മാറുന്നു. ക്യാൻസർ സെല്ല് ബോഡിന്റെ മറ്റു പാർട്ടി കണ്ടോ ബ്ലഡും ലിംഫും വഴി പോകുന്നു. കോസസ് എന്ന് പറയുന്നത് ജനറ്റിക് ചേഞ്ചസ് ഉണ്ട്, എൻവയോൺമെന്റ് ജനറ്റിക്കലി എന്തെങ്കിലും ചേഞ്ച് വരിക, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ ഈ മറ്റേ നോൺ സ്റ്റിക് പാനിലൊക്കെ വല്ലാണ്ട് ഭക്ഷണം കഴിച്ചാൽ ഇതുണ്ടാവും, എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. വൈറൽ ഇൻഫെക്ഷൻ, പിന്നീട് മ്യൂട്ടേഷൻ ഒക്കെ സംഭവിച്ചാൽ അങ്ങനെ വരും. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതും ഉണ്ട്. ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സർജറി ചെയ്യാം, സർജറി ഇത് എടുത്ത് കളയില്ല. ഇപ്പൊ ട്യൂമർ ഒക്കെ ആണെങ്കിൽ ട്യൂമർ നമ്മൾ റിമൂവ് ചെയ്യും. പിന്നെ കീമോതെറാപ്പി ചെയ്യും. പിന്നെ റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്, ടാർഗറ്റഡ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി. 6 3 പഠിച്ചു വെക്കാം. അത്രേ ഉള്ളൂ ക്യാൻസർ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നമുക്ക് ക്യാൻസർ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്തതാണ് ഹെറിഡിറ്ററി ഡിസീസ്. ഇത് നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, പാരമ്പര്യമായിട്ട് ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. എവിടെ? ഫസ്റ്റ് വണ്ണാണ്, 2 പഠിക്കാണ്ട്, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. നമുക്ക് ഇപ്പം അച്ഛനുണ്ടെങ്കിൽ അങ്ങനെ പകരുന്ന ഒരു അസുഖമാണിത്. സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സിക്കിൾ അരിവാളില്ലേ, അരിവാൾ ചുറ്റിക്കേണ്ട അരിവാളില്ലേ, അരിവാളിനെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പേരാണെന്ത്? സിക്കിൾ. സിക്കിൾ സെൽ അനീമിയ. എന്താ സംഭവിക്കുന്നത്? നമ്മളെ റെഡ് ബ്ലഡ് സെൽസിന്റെ ശരിക്കുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഇതേപോലെയാണ്. ഈ ചിത്രത്തിൽ കണ്ടോ, ഡിസ്ക് ഷേപ്പാണ്. ഈ ഡിസ്ക് ഷേപ്പുള്ള സിക്കിൾസ്, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് RBCs സിക്കിൾ ഷേപ്പ് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒറിജിനൽ ഷേപ്പ്. അത് മാറിയിട്ട് ഇവര് രസത്തിന് സിക്കിൾ ഷേപ്പ് ആവും, അരിവാളിന്റെ ഷേപ്പായിട്ട് മാറും. എന്താ സംഭവിക്കുക? ഒരു കുഴലിലൂടെയാണ് ഈ ബ്ലഡ് പോണത്, കണ്ടോ, ഇതേപോലത്തെ കുഴലിലൂടെയാണ് പോണത്. റൗണ്ട് ആകുമ്പോ ഓരങ്ങനെ പോവും. പക്ഷെ സിക്കിൾ ഷേപ്പ് ആകുമ്പോ കണ്ടോ, എവിടെയെങ്കിലൊക്കെ പോയി ഡാമേജ് ആവും. ഇങ്ങനെ ക്ലോഗ് ആയിട്ട് നമ്മൾ ഈ പൈപ്പൊക്കെ ക്ലോഗ് ആവണ പോലെ അവിടെ നിൽക്കുന്നു. പിന്നെ ആകെ ആ ഭാഗത്തേക്ക് ബ്ലഡ് പോവില്ല. ബ്ലഡ് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പ്രശ്നമാണ് അല്ലെ? കണ്ട, അത്രേ ഉള്ളൂ. റീസൺ എന്ന് പറയുന്നത് ഡിഫക്ട് ഓഫ് ദ ജീൻ ദാറ്റ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ഹീമോഗ്ലോബിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജീൻ ഉണ്ട് അല്ലെ, നമ്മുടെ ബോഡിയിൽ അതിന് സഹായിക്കുന്ന ജീൻ ഉണ്ട്. ആ ജീനിന് എന്തെങ്കിലും ഡിഫക്ട് വരുമ്പോഴാണ് വട്ടത്തിലുള്ള ആള് അരിവാളായിട്ട് മാറുക. മോഡ് ഓഫ് ഇൻഫെക്ഷൻ എങ്ങനെയാണ്? റെഡ് ബ്ലഡ് സെൽസ് ബിക്കം സിക്കിൾ ഷേപ്ഡ്, അരിവാൾ ഷേപ്പ് ആവുന്നു. അരിവാൾ ഷേപ്പ് ആവുമ്പോൾ RBCന്റെ പണി എന്താ? ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ആളാണ് അല്ലെ, ഓക്സിജൻ എല്ലായിടത്തേക്ക് എത്തിക്കുന്ന ആളാണ് ബ്ലഡ് എന്ന് പറയുന്നത്, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ സിക്കിൾ ഷേപ്പ് ആകുമ്പോൾ അവരുടെ കപ്പാസിറ്റി, ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു. ഇവരെന്ത് ചെയ്യുന്നു? കാപ്പിലറീസിൽ സ്റ്റെക്ക് ആവുന്നു, ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നു. കണ്ടോ, പഠിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ, അത്ര പഠിക്കാം. പിന്നെ ഹീമോഫീലിയ നമ്മൾ ഈ ബ്ലഡ് നിൽക്കാതെ, ചിലവർക്ക് അങ്ങനെയാ, മുറി ആയി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ വെച്ചാല് അറിയോ, അങ്ങനത്തെ ആൾക്കാരൊക്കെ അറിയുണ്ടാവും ചിലവർക്ക് അല്ലെ. അതായത് ചിലവർക്ക് മുറിവായി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഒരു ഇഞ്ചക്ഷൻ വെക്കാതെ എന്ത് ചെയ്യും? മുറിവ് നിൽക്കൂല. അത് ഹീമോഫീലിയ ഉള്ള ആൾക്കാരാണ്, ഹെറിഡിറ്ററി ആണ്, പാരമ്പര്യമാണ്. ഡിഫക്ട് ഓഫ് ദ ജീൻ ദാറ്റ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻസ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷന് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുക. നമ്മൾ കുറെ പേര് ത്രോംബോപ്ലാസ്റ്റിൻ, പ്രോത്രോംബിൻ, ത്രോംബിനായിട്ട് മാറ്റുന്നൊക്കെ പറഞ്ഞല്ലേ. ഇവരുടെയൊക്കെ പ്രൊഡക്ഷന് അത് വല്ലാണ്ട് എഫക്ട് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഹീമോഫീലിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവുന്നത്. മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആബ്സെൻസ് ഓഫ് ദ പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, ഈവൻ സ്മോൾ വൂൺസ് കോസ് എക്സസീവ് ബ്ലീഡിങ്. ചെറിയ മുറിയാണെങ്കിലും എന്തെങ്കിലും എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുന്നു. കണ്ടോ, നോർമൽ പേഷ്യന്റിന്റെ ഇവിടെ ചിത്രം കണ്ടോ, നോർമൽ പേഷ്യന്റ് ആണിത്. ഇത് നോർമൽ പേഴ്സൺ ആണ്. കണ്ടോ, സാധാ ബ്ലഡ് ഇത് സെല്ലവിടെ മുറിയായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അത് കണ്ടോ ക്ലോട്ടായി. അവിടെ കണ്ടോ ക്ലോട്ടായി. ഹീമോഫീലിയ എന്നുണ്ടെങ്കിൽ ക്ലോട്ട് ആവില്ല. ക്ലോട്ട് ആവാൻ നമ്മൾ പ്രോട്ടീൻ കൊടുക്കണം. ആ പ്രോട്ടീൻ ശരീരത്തിൽ ക്ലോട്ട് ചെയ്യുന്ന പ്രോട്ടീൻ ഇല്ല. അപ്പൊ ആ പ്രോട്ടീനാണ് നമ്മൾ പിന്നെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ വഴിയുള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി കുറച്ചിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഫസ്റ്റ് വൺ ആണ് ട്രീറ്റ്മെന്റ്. 3 ടൈപ്പ് ട്രീറ്റ്മെന്റ് നമുക്കറിയാം: ആയുർവേദ, ഹോമിയോപ്പതി, മോഡേൺ മെഡിസിൻ. ആയുർവേദന്റെ ഫാദർ ആണ് ആര്? ചരക. എന്താണ്? ഇറ്റ് എയിംസ് അറ്റ് ദ മെയിൻറ്റെയിനിങ് ഓഫ് ബാലൻസ് ഓഫ് ബോഡിലി ഫങ്ഷൻസ് ത്രൂ ഡയറ്റ്, റെഗുലേഷൻ, ഹെർബൽ മെഡിസിൻ, എക്സസൈസ്. അല്ലെ, ഡയറ്റും ഹെർബൽ ഇലകളിൽ നിന്ന് ഉണ്ടാക്കുന്ന സംഭവമാണ് ആയുർവേദം, നമുക്കറിയാം. ചരകയാണ് ഫാദർ ഓഫ് ആയുർവേദിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാല് നാച്ചുറൽ സബ്സ്റ്റൻസിന്റെ ഡയല്യൂട്ടഡ് ഡോസുകളാണ്, അല്ലെ, ഡയല്യൂട്ടഡ് ഡോസ് ആണ്. പിന്നെ ജർമ്മൻ ഡോക്ടറായിട്ടുള്ള സാമുവൽ ഹാൻഡ്മാൻ ആണ് ഇത് കൊണ്ടുവന്ന ആള്. ഓക്കെ, പിന്നുള്ള മോഡേൺ മെഡിസിൻ ആണ്. മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ടു പാത്തജൻസിന് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കുന്നു. പിന്നെ ഫിസീഷ്യൻ, ഗ്രീക്ക് ഫിസീഷ്യൻ ആണ് ഹിപ്പോക്രൈറ്റ്സ് ആണ് ഇതിന്റെ ആള്. ചരക ആയുർവേദ, ഹോമിയോപ്പതി ആണെങ്കിൽ സാമുവൽ ഹാൻഡ്മാൻ, പിന്നെ ഗ്രീക്ക് ഫിസിഷ്യൻ ഹിപ്പോക്രൈറ്റ്സ് ആണ് ഇതിന്റെ മോഡേൺ മെഡിസിന്റെ. അത്രയുള്ള അവിടെ പഠിക്കാനുള്ളത്. ഷോർട്ട് ആക്കി എഴുതാണ്. ടെക്സ്റ്റിൽ ഒരു വലിയ ബോക്സ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആന്റിബയോട്ടിക്സ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ആന്റിബയോട്ടിക്സ്. നമ്മൾ ലാസ്റ്റിക്ക് ആയിട്ടോ. ആന്റിബയോട്ടിക്സ് ആർ മെഡിസിൻസ് ദാറ്റ് ആർ ഈദർ ഡിറൈവ്ഡ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ഓർ പ്രൊഡ്യൂസ് സിന്തറ്റിക്കലി ആൻഡ് ആർ യൂസ്ഡ് അഗെയിൻസ്റ്റ് ബാക്ടീരിയ. മൈക്രോ ഓർഗാനിസംസ് ഒന്നെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, അതിന്ന് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആരുടെ നിന്ന് ഉണ്ടാക്കും? സിന്തറ്റിക്കലി നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് 2 ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സ് വല്ലാണ്ട് കഴിച്ചാൽ ആരോഗ്യത്തിന് വളരെ പ്രശ്നമാണ്. നമ്മൾ ഇപ്പൊ ഒരു പുതിയ സ്റ്റഡി വന്ന കണ്ടോ, എത്രയോ 80% ഒരു സംതിങ് ഇന്ത്യൻസിന് എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെന്ന്. ഇതിങ്ങനെ കുടിച്ച് നമ്മളെ ശരീരത്തിൽ ഇതിപ്പോ എന്ത് നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ ആയിണ്ട് ഇല്ലേ. തലവേദന വന്ന പാരസെറ്റാമോള്, വയറുവേദന വന്ന പാരസെറ്റാമോള്, എവിടെ വേന വന്നാലും നമ്മള് ഇല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ആന്റിബയോട്ടിക്സ് കഴിക്കുന്ന ആൾക്കാരാണ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. അപ്പൊ അതിന്റെ കുറച്ച് ഇത് മേ ബി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എന്ത്? അൺസയന്റിഫിക് ആൻഡ് എക്സസീവ് യൂസ് എന്തൊക്കെ സൈഡ് എഫക്ട് തരും? സൈഡ് എഫക്ട് ഓഫ് ആന്റിബയോട്ടിക്സ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? പ്രോബ്ലംസ് ഇൻ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം സച്ച് ആസ് ഡയറിയ, വോമിറ്റിംഗ്, സ്റ്റൊമക് പെയിൻ. വയറിളക്കം, ഛർദി, വയറുവേദന അതൊക്കെ ഉണ്ടാവും വെറുതെ എടുത്ത് കുടിച്ചാല്. പിന്നെ അലർജി, ഇതിന്റെ സൈഡ് എഫക്ട് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും അലർജി ഡെവലപ്പ് ചെയ്യാം. പാരസെറ്റാമോൾ അല്ല എന്ത് ആന്റിബയോട്ടിക്കും. ഡാമേജ്ഡ് ലിവർ ആൻഡ് കിഡ്നീസ്. ലിവറും കിഡ്നിയാണ് എന്ത്? നമ്മുടെ ടോക്സിൻസ് ഇതാക്കുന്ന ആളാണ് ലിവർ. ഇതെല്ലാം കൂടെ പുറത്ത് കളയുന്ന ആളാണ് കിഡ്നി. ഇവർക്കൊക്കെ നമ്മൾ ആവശ്യമില്ലാത്ത പണിയാണ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഡിസ്ട്രക്ഷൻ ഓഫ് ബെനിഫിഷ്യൽ ബാക്ടീരിയ. നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഉള്ള ഒരാളാണ് ഗട്ട് ബാക്ടീരിയ ഒക്കെ, നല്ല ബാക്ടീരിയ. ഇവരൊക്കെ ഇല്ലാണ്ടായി പോകും. പിന്നുള്ളത് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പിന്നെ ഇത് കുടിച്ചാലൊന്നും ആദ്യമൊക്കെ മറ്റേ സാധാ ഒരു അരപ്പൊട്ട് പാരസെറ്റമോൾ കുടിക്കുന്ന ആൾക്കാർ പിന്നെ ഒരു പൊട്ടൊക്കെ കുടിക്കേണ്ട അവസ്ഥ വരുന്നില്ലേ, അതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു പനി അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നാല് നമ്മുടെ ശരീരത്തിന് കുറെയൊക്കെ മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ, പിന്നെ മാത്രമല്ല ഡോക്ടറെ കാണിക്കാതെ മരുന്ന് കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് നമുക്ക്. അതൊക്കെ എന്ത് ചെയ്യാം? ഒഴിവാക്കുക. ഇത് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ആന്റിബയോട്ടിക്കിന്റെ സൈഡ് എഫക്ട് 1, 2, 3, 4, 5 സൈഡ് എഫക്ട് ഉണ്ട്. നിർബന്ധമായിട്ടും പഠിക്കാം. ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളതാണ് ഞങ്ങൾ ടെക്സ്റ്റിൽ കുറച്ച് എക്വിപ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ടെക്സ്റ്റിൽ ഇതിന്റെ ആൻസർ ഇല്ല, ഞാൻ അവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? സ്റ്റെതസ്കോപ്പ് എന്താ? യൂസ് ടു ലിസൺ ടു ഹാർട്ട് സൗണ്ട്, ലങ് സൗണ്ട്, ബവൽ സൗണ്ട്സ്. സ്റ്റിഗ്മോമാനോമീറ്റർ ആണെങ്കിൽ ബ്ലഡ് പ്രഷർ അളക്കാനുള്ളതാണ്. നമ്മൾ മറ്റേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് നോക്കില്ലേ, അതാണ് സ്റ്റിഗ്മോമാനോമീറ്റർ. ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഉണ്ട്, ഇലക്ട്രോണിക്കലി ബ്ലഡ് പ്രഷർ നോക്കുന്നത്. പിന്നെ പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? യൂസ് ടു മെഷർ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ ഇൻ ബ്ലഡ് ആൻഡ് പൾസ് റേറ്റ്. തെർമോമീറ്റർ ഉണ്ട്, ബോഡി ടെമ്പറേച്ചർ നോക്കാൻ. എൻഡോസ്കോപ്പ് ഉണ്ട്. എൻഡോസ്കോപ്പ് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈനൊക്കെ കാണാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന എൻഡോസ്കോപ്പ്. പിന്നെ US സ്കാനർ, CT സ്കാനർ, MRI സ്കാനർ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താണ്? ഇന്റേണൽ ഓർഗൻസിന്റെ ഇമേജ് കിട്ടാൻ വേണ്ടിട്ട് അല്ലെ, എന്തെങ്കിലും അസുഖം ഉണ്ടോ നോക്കാൻ വേണ്ടി ഇന്റേണൽ ഓർഗൻസിന് ഇമേജ് കിട്ടാനുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. US, CT, MRI ഒക്കെ. ഓക്കെ, ഇതൊക്കെ ടെക്സ്റ്റിൽ ഈ ഭാഗം എല്ലാം നോക്കി എഴുതാം. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് ഒരു മേജർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ഒരാളെ ബ്ലഡ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ആണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. സിമ്പിൾ. ഓക്കെ, ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ബ്ലഡ് ഓർ ഇറ്റ്സ് കോമ്പണൻസ് ഫ്രം one person to another is called blood transfusion. വെറുതെ കണ്ടിട്ട് ഇന്ന് 5 ചോര എടുത്തെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾക്ക് അങ്ങനെ വെറുതെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുന്ന ആളെ ഇപ്പൊ നമ്മൾ എന്താ പറയാ? ഡൊണേറ്റ് ചെയ്യാ, ഡോണർ. വാങ്ങുന്ന ആളാരാ?
റിസീവ് ചെയ്യുക, റെസിപ്പിയന്റ് അല്ലെ, ഗൂഗിൾ പേയില് പൈസ റിസീവ് ചെയ്ത് പറയില്ല, അതേപോലെ കൊടുക്കുന്ന ആള് ഡോണർ, വാങ്ങുന്ന ആള് റെസിപ്പിയന്റ്. ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ആന്റിജൻ ആൻഡ് ബി ആന്റിജൻ. നമ്മൾ RBCസിന്റെ പുറത്ത് ആന്റിജൻ ഉണ്ട്, അത് എയും ബിയും ആയിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. അത് എയും ബിയും നോക്കിയിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുക. പിന്നെന്താണ്, ഇൻ അഡീഷൻ ടു എ ആൻഡ് ബി ആന്റിജൻസ്, എ ആന്റിജൻ ഉണ്ട്, ബി ആന്റിജൻ ഉണ്ട്. അതല്ലാതെ ചിലവർക്കൊരു ഡി ആന്റിജൻ ഉണ്ട്. ഓക്കെ, ഡി ആന്റിജൻ, എ ആന്റിജനും ബി ആന്റിജനും അല്ലാതെ നമുക്കൊരു ഡി ആന്റിജൻ ഉണ്ട്. ഡി ആന്റിജനിന്റെ മറ്റൊരു പേരാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. RH ഫാക്ടർ എന്ന് പറയാൻ കാരണം എന്താണ്, റീസസ് മങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മങ്കിയിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടുപിടിച്ചത്. റീസസ് മങ്കി ട്ടോ, RHESS, റീസസ് മങ്കിയിലാണ്. അതുകൊണ്ടാണ് RH ഫാക്ടർ എന്ന് പറയുന്നത്. RH ഫാക്ടർ പ്രസന്റ് ആണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആയിരിക്കും. RH ഫാക്ടർ ആബ്സെന്റ് ആണെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുക, പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ വീട്ടുകാരോട് ഇനി പറയാം, അല്ലെങ്കിൽ ചോദിക്കുന്നവരോടൊക്കെ പറയാം, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബോഡിയിൽ RH ഫാക്ടർ ഉണ്ട് എന്ന് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ RH ഫാക്ടർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയാം. പിന്നെ ആന്റിജൻ എയും ആന്റിജൻ ബിക്ക് അനുസരിച്ചാണ് നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് A ആണോ, B ആണോ, O ആണോ, AB ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി മേജർ ആയിട്ടുള്ള എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വൈ ഈസ് ഇറ്റ് എസെൻഷ്യൽ ടു കൺസിഡർ ബ്ലഡ് ഗ്രൂപ്പ്സ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? വെറുതെ കൊണ്ടുപോയിട്ട് തോന്നിയ ആൾക്ക് ചോര കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാണെന്നാ പറയുന്നത്. എന്താണ്, അതേപോലെ എഴുതുക. ഇഫ് ദ ഡോണേഴ്സ് ബ്ലഡ് കണ്ടെയ്ൻസ് ആൻ ആന്റിജൻ ദാറ്റ് ഈസ് നാച്ചുറലി ആബ്സെന്റ് ഇൻ ദ റെസിപ്പിയൻസ് ബ്ലഡ്. ഓക്കെ, ഡോണറിന്റെ ബ്ലഡിൽ ഒരു ആന്റിജൻ ഉണ്ട്, കൊടുക്കുന്ന ആളെ ബ്ലഡിൽ ഒരു ആന്റിജൻ ഉണ്ട്. ആ ആന്റിജൻ റെസിപ്പിയന്റെ ബ്ലഡിൽ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ആന്റിജൻ കൊടുക്കുന്ന ആളുടെ ബോഡിയിൽ ആന്റിജൻ A ഉണ്ട്, റെസിപ്പിയന്റെ കയ്യിൽ ആന്റിജൻ A ഇല്ല, അയാളുടെ ആന്റിജൻ B ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? What happens? The antibodies present in the recipient's plasma. വാങ്ങണ ആളുടെ ശരീരത്തിലുള്ള ആന്റിബോഡി ഈ തരുന്ന എന്തായിരുന്നു, പുതിയത് വന്ന ബ്ലഡിലെ ആന്റിജനെ കൊല്ലും. പിന്നെ കാര്യമുണ്ടോ? ഇല്ല. ലീഡിങ് ടു അഗ്ലൂട്ടിനേഷൻ ഓഫ് ദ ബ്ലഡ്. അപ്പോഴാണ് ചോര, രക്തം കട്ട പിടിക്കുക. നമുക്ക് ഇത്ര അറിയുള്ളൂ, വേറെ ആളെ ചോര കിട്ടിയ മാച്ച് ആവാത്തതാണെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കുന്നുള്ള, അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും, കട്ട പിടിക്കുന്നുള്ള അറിയാം. കട്ട പിടിക്കാൻ കാരണം ഇതാണ്, എന്ത്, ആന്റിജൻ ഒരാളുടെ, ഇപ്പൊ ഞാൻ ഒരാൾക്ക് ബ്ലഡ് കൊടുത്തു, ഞാൻ ഇയാൾക്ക് ബ്ലഡ് കൊടുത്തു, എന്റെ ബോഡിയിലുള്ള ആന്റിജൻ A ആണ്, ഇയാളുടെ ബോഡിയിലുള്ളത് ആന്റിജൻ A ഇല്ല, ആന്റിജൻ B ആണ്. അപ്പൊ ഈ ശരീരത്തിലുള്ള ആന്റിബോഡി ഈ ആന്റിജനെ പിടിച്ച് കൊല്ലുമ്പോ ബ്ലഡ്, ഇയാളുടെ ബോഡിയിലല്ലേ ബ്ലഡ് എത്തി, അവിടെ ബ്ലഡ് കട്ടയാവും. അതാണ് സംഭവം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺസിഡർ ബ്ലഡ് ഗ്രൂപ്പ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇതുകൊണ്ട് ഇതേപോലെ തന്നെ എഴുതാം. ഓക്കെ, ആന്റിജന് ആന്റിബോഡി അഗ്ലൂട്ടിനേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ തന്നെ എഴുതാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, കുറച്ച് ലാസ്റ്റ് ആയി നമുക്ക് ചെറിയ 2 ടോപ്പിക്കും കൂടെ പറയാനുള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്കിൽ ഒന്നാണ് ആനിമൽ ഡിസീസ് എന്ന് പറയുന്നു. ഇത്ര ഞങ്ങൾ ടെക്സ്റ്റിൽ ആകെ ഒരു ബോക്സ് ഉള്ളത്, ഇങ്ങനെ പഠിച്ചാൽ മതി. 1 വേർഡ് ആയിട്ടായിരിക്കും മേജർ ആയിട്ട് ചോദിക്കുക. മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ആണ്, വൈറസ് ആണ് പാത്തജൻ, കാറ്റിൽസ് പശു അങ്ങനത്തെ ആൾക്കാരെയാണ് എഫക്ട് ചെയ്യുക, വാക്സിൻ ആണ് പ്രിവെൻഷൻ ഉള്ളത്. പിന്നെ ആന്ത്രാക്സ് ഉണ്ട്, അതൊരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ്, അതും കാറ്റിലാണ്, വാക്സിൻ ആണ് പ്രിവെൻഷൻ. മാസ്റ്റിറ്റിസ് ഉണ്ട്, ബാക്ടീരിയ, കാറ്റിൽ, വാക്സിൻ. പിന്നെ റാനിക്കറ്റ് ഡിസീസ് ഉണ്ട്, അത് വൈറസ് കോസ് ചെയ്യണതാണ്, അത് ചിക്കൻ, ഡക്ക്, കോഴി, താറാവിനൊക്കെയാണ് എഫക്ട് ചെയ്യുക, അതും വാക്സിൻ ആണ്. അപ്പൊ ഇത്രയാണ് ആനിമൽ ഡിസീസ്. ഇത്ര പഠിച്ചു വെച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. അത് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. 1 വേർഡ് ആയിരിക്കും മേജർ ആയിട്ട് ചോദിക്കുക. ലാസ്റ്റ് ടോപ്പിക് പ്ലാന്റ് ഡിസീസ്. പ്ലാന്റ് ഡിസീസ് കണ്ടോ, ബാക്ടീരിയ കോസ് ചെയ്യുന്ന 2 ഡിസീസ്, വൈറസ് കോസ് ചെയ്യുന്ന 2, ഫംഗസ് കോസ് ചെയ്യുന്ന 2. വിൽട്ട് ഓഫ് ബ്രിഞ്ചാളിൽ ഉണ്ടാവുന്ന വിൽട്ട് എന്താണ്, പെട്ടെന്ന് വഴുതനങ്ങ, പെട്ടെന്ന് ഇലകൾ എന്ത് ചെയ്തു, വാടിപ്പോകുന്നു. പിന്നെ ലീവ്സ് വാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് യെല്ലോ, മഞ്ഞ കളറാവുന്നു. പിന്നെ ചെടീന്റെ വളർച്ച സ്റ്റാൻഡേർഡ് ആവും, അതായത് മുരടിച്ചു പോകുന്നു. പിന്നെ ബ്രാഞ്ചസിന്റെ ഒക്കെ വലിപ്പം കുറയുന്നു. അതാണ് വീട്ടിലെ ബ്രിഞ്ചാളിന് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ വിൽട്ട് ഓഫ് ബ്രിഞ്ചാളാണ് അതിന്റെ അസുഖം എന്ന് മനസ്സിലാക്കുക. ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ബ്ലൈറ്റ് ഡിസീസ് ഓഫ് പാഡി, അതും ബാക്ടീരിയ ആണ്. ഇലയില് നല്ല കറുത്ത മഞ്ഞ സ്പോട്ട് ഉണ്ടായിരിക്കും, മഞ്ഞ അങ്ങനെ വട്ടത്തിലുള്ള കുത്തുകൾ ഉണ്ടായിരിക്കും, അതാണ് ബ്ലൈറ്റ് ഡിസീസ്. പിന്നെ അരിയിലും ഉണ്ടായിരിക്കും ഈ പ്രശ്നം, ബാക്ടീരിയ കോസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ബഞ്ചി ടോപ്പ് ഓഫ് ബനാന, വാഴയിൽ ഉണ്ടാവുന്നതാണ്, വൈറസ് കോസ് ചെയ്യുന്നതാണ്. എന്താണ്, ഇല ചെറുതായിരിക്കും, പിന്നെ വീതി ഇല്ലാതെ ചെറിയൊരു മരമായിട്ട് മാറും, ശോഷിച്ചിരിക്കും, സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കും.
നെക്സ്റ്റ് വൺ മൊസൈക്ക് ഡിസീസ് ഇൻ ടപ്പിയോക്ക. കപ്പയിൽ ഉണ്ടാവുന്ന ഒരു അസുഖമാണ്, കപ്പേന്റെ ഇലയ്ക്ക് ഉണ്ടാവുന്നത്. എന്താണ്? ഇനീഷ്യലി ലൈറ്റ് യെല്ലോ കളർഡ് പാച്ചസ് ആർ ഫോംഡ് ഓൺ ലീവ്സ്. ആദ്യം ലൈറ്റ് യെല്ലോ കളറ് ഡോട്ട് പാച്ചസ് വരുന്നു, പിന്നെ ഇവരെന്ത് ചെയ്യുന്നു, വൈറ്റ് കളറാണ്, ലൈറ്റ് യെല്ലോ വൈറ്റ് ആയിട്ട്, പിന്നെ വളർച്ച ചെറുതാവുന്നു, പിന്നെ ടപ്പി എല്ലാത്തിന്റെയും സൈസ് ഡിക്രീസ് ആവും അസുഖം വന്നു കഴിഞ്ഞാൽ. പിന്നെ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, തേങ്ങയിൽ ഉണ്ടാവണതാണ്, ഫംഗസ് ആണ് കാരണം. എന്താണ്? ലീവ്സ് ഈ മറ്റേ ടെൻഡർ ലീവ്സ്, ചെറിയ ഇലകള് എന്ത് ചെയ്യുന്നു, യെല്ലോ കളർ ആവുന്നു. ആൻഡ് ദ ക്രൗൺ ഓഫ് ദ കോക്കനട്ട് ട്രീ ഡ്രൂപ്സ് ആൻഡ് ഫോൾസ്. തലല്ലാത്ത തെങ്ങ് കണ്ടിട്ടില്ലേ, അതിന് അസുഖം ബഡ് റോട്ട് ഓഫ് കോക്കനട്ട് ആണ്. പിന്നെ ക്വിക്ക് വിൽട്ട് ഓഫ് പെപ്പർ, കുരുമുളകിൽ ഉണ്ടാവുന്നത് ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത്. വെറ്റ് മാർക്സ് ഓൺ ദ ലീവ്സ് ആൻഡ് സ്റ്റെം, ഇങ്ങനെ നനഞ്ഞിരിക്കുന്ന പോലെ തോന്നും. പിന്നെ ലീവ്സ് ഫോൾ ആൻഡ് പ്ലാന്റ് വിൽട്ട് ക്വിക്ക്ലി, ഇല വീഴുന്നു, പിന്നെ ചെടിയും പെട്ടെന്ന് ഉണങ്ങി പോവാണ് ചെയ്യുന്നത്. ഇത്രയാണ് പ്ലാന്റ് ഡിസീസ്. ബാക്ടീരിയന്റെ 2, വൈറസിന്റെ 2, ഫംഗസ് കോസ് ചെയ്യുന്ന 2 ഡിസീസ്. ലാസ്റ്റ് വൺ, ഫൈനൽ ടോപ്പിക്, ഇമ്മ്യൂണിറ്റി ഇൻ പ്ലാന്റ്സ്. മനുഷ്യന്മാർ അതേപോലെ പ്ലാന്റ്സ്, നമ്മള് ബയോളജി എല്ലാ ചാപ്റ്ററിലും ലാസ്റ്റ് ഒരു ചെറിയ ബോട്ടണി പോർഷൻ ഉണ്ടാവും, അതാണിത്. മനുഷ്യന്റെ അതേപോലെ പ്ലാന്റ്സിനും എന്തുണ്ടായിരിക്കും, ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാ പറയുന്നത്, ഈ ഒരു 6 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് വൺ ആണ് റിജിഡ് സെൽ വോൾ എപ്പിഡെർമിസ് ആൻഡ് വാക്സി കോട്ടിംഗ് ഓൺ ലീവ്സ് ആൻഡ് സ്റ്റെംസ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് പാത്തജൻസ്. ലീവ്സിനൊക്കെ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും, എല്ലാ ലീവ്സിനും അത് ഉണ്ടായിരിക്കും. ചിലതിൽ വളരെ പ്രോമിനന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ചേമ്പിലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, വെള്ളം ഒഴിച്ചാൽ പോവില്ല, പക്ഷെ ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സിനും അതുണ്ട്. പിന്നെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ഈതർ കിൽ പാത്തജൻസ് ഓർ ഇൻഹിബിറ്റ് ദെയർ ഗ്രോത്ത്. ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസ് ഉണ്ട്, അത് ഒന്നീ പാത്തജൻ കയറാതിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വളർച്ചയെ കുറയ്ക്കുന്നു. പിന്നെ എൻസൈംസ് ഉണ്ട്, അതിന് പ്രത്യേകമായിട്ടുള്ള എൻസൈംസ് ഉണ്ട്. പിന്നെന്താണ്? സെൽസിന് ഓട്ടോളിസിസ് സംഭവിക്കുന്നു. ഓട്ടോളിസിസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സൂയിസൈഡ് എന്ന് പറയും. സെല്ലുകൾ സ്വന്തമായിട്ട് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെല്ലുകൾ സ്വന്തമായിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതാണ് ഓട്ടോളിസിസ് എന്ന് പറയുന്നത്. പിന്നെ വെൻ വൺ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഇസ് അറ്റാക്ഡ് ഇറ്റ് സെൻസ് വാർണിംഗ് സിഗ്നൽസ് ഫ്രം സെൽ ടു. അതായത് ഒരു പാർട്ട് അറ്റാക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്ക് വാർണിംഗ് സിഗ്നൽ കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് അസുഖം വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വെക്കുന്നു. ലാസ്റ്റ് വൺ, ഇഫ് പാത്തജൻ ക്രോസ് സെൽ വോൾ ആൻഡ് എൻ്റർ എ പോളിസാക്കറൈഡ് കോൾഡ് കാലോസ് പ്രിവെന്റ്സ് ദെയർ സ്പ്രെഡ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പോളിസാക്കറൈഡിലുള്ള കാലോസ് ഓർത്ത് വെച്ചാൽ മതി. കാലോസിക്ക് വരുന്നു, കാലോസിന്റെ ഇത് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും കേസ് പറഞ്ഞു. പിന്നെ ഹ്യൂമൻസിന്റെ മെയിൻ ആയിട്ടുള്ളത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി, വാക്സിൻസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇത്രയും കാര്യങ്ങൾ മേജറായിട്ട് പഠിക്കാം. നമ്മള് ചാപ്റ്റർ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു നോട്ടാണിത്. നിങ്ങൾക്ക് ഇത് പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. കാരണം നിങ്ങൾ ടെക്സ്റ്റ് അതേ നോട്ടാണ്, അതേ വൊക്കാബുലറിയാണ്. ഞാൻ ജസ്റ്റ് ഷോർട്ട് ആക്കി പഠിക്കാൻ എളുപ്പത്തിന് എഴുതിയെന്ന് തന്നെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്.